ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ജാം ക്രാഷ് കോഴ്സിൻ്റെ പുതിയ ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൈനറ്റിക് തിയറിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഏതായാലും കൈനറ്റിക് തിയറി നമുക്കറിയാം വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും സാധാരണഗതിയിൽ കുറവാണ്. പക്ഷേ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് മനസ്സിലായാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻസിന് നമുക്ക് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഏതായാലും കൈനറ്റിക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെയിനായിട്ട് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ള മെയിൻ ഇക്വേഷൻസും അതിൻ്റെ മെയിൻ തിയറിയും ഒക്കെ നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് റിവൈസ് ചെയ്യും. എല്ലാം ജസ്റ്റ് നമ്മളൊന്ന് ബ്രഷ് അപ്പ് ചെയ്യും. ദെൻ അതിനുശേഷം നമ്മൾ ആ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മെയിനായിട്ടുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. സോ ഏതായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, കൈനറ്റിക് തിയറിയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ആക്ച്വലി വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഫ്രീഡം? ആ പേരിൽ തന്നെ ഉണ്ട് എത്ര ഡിഗ്രീസിലാണ് ഒരു മോളിക്യൂളിന് ചലിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അതിന് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് ഇൻ വിച്ച് എ മോളിക്യൂൾ, നിങ്ങളുടെ കയ്യിലൊരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ ആ മോളിക്യൂളിന് ഏതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ പോകാൻ സാധിക്കും, ഏതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മോഷൻ പോസിബിൾ ആണ്. സോ ഓൾറെഡി തന്നെ നമ്മൾ ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് പരിചിതമാണ്. ആൻഡ് നമുക്കറിയാം പ്രധാനമായിട്ടും 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ആണ് നമുക്കുള്ളത്. അതിലൊന്ന് we call that translational degree of freedom. The second one, that is the rotational degree of freedom, and the third one, that is the vibrational degree of freedom. ഈ 3 കാര്യങ്ങളും ഡിഗ്രി ഓഫ് ഫ്രീഡം പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിലൊരു മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് ട്രാൻസ്ലേഷണൽ മോഷൻ. വാട്ട് ഈസ് ട്രാൻസ്ലേഷണൽ മോഷൻ? അതിന് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യാൻ പറ്റും, വൈ ആക്സിസിൽ മൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സെഡ് ആക്സിസിൽ മൂവ് ചെയ്യാൻ പറ്റും. ദിസ് ടൈപ്പ് ഓഫ് മോഷൻ ഇൻ എക്സ് വൈ സെഡ് ആക്സിസസ്, ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയുന്നത്. ദ സെയിം മോളിക്യൂൾ, അതേ മോളിക്യൂളിന് തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്യുന്നത് എല്ലായ്പ്പോഴും വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് ആയിരിക്കും. സോ ദിസ് മോളിക്യൂൾ ക്യാൻ റൊട്ടേറ്റ് വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ്. അതിനെയാണ് നമ്മൾ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി, ചില പ്രത്യേക കേസുകളിൽ വെൻ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ, ഈ തന്നിരിക്കുന്ന മോളിക്യൂളുകൾക്ക് വൈബ്രേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളൊരു സ്പ്രിങ് എടുത്തിട്ട് ഈ സ്പ്രിങ്ങിൻ്റെ 2 എഡ്ജുകളിലും 2 ബോൾസ് അറ്റാച്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. ദെൻ നിങ്ങളതിനെ പുഷ് ചെയ്യുകയും പുള്ളുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ഓസിലേഷൻ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മോളിക്യൂൾസും ചില പ്രത്യേക കണ്ടീഷനുകളിൽ, അത് ഏത് കണ്ടീഷനാണെന്ന് നമ്മൾ പിന്നീട് മുന്നോട്ടേക്ക് പോകുമ്പോൾ കാണും, ചില പ്രത്യേക കണ്ടീഷനുകളിൽ ദേ ക്യാൻ എക്സിക്യൂട്ട് ദീസ് വൈബ്രേഷണൽ മോഷൻ ഓൾസോ. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് മോഷനുകൾ ചേരുന്നതാണ് ഒരു മോളിക്യൂളിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ വാട്ട് ഈസ് ഡിഗ്രി ഓഫ് ഫ്രീഡം? ഇറ്റ് ഈസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ ദാറ്റ് അവർ പാർട്ടിക്കിൾ ഈസ് ഫ്രീ ടു എക്സിക്യൂട്ട്, അല്ലെങ്കിൽ നമ്മുടെ മോളിക്യൂൾ ഈസ് ഫ്രീ ടു എക്സിക്യൂട്ട്. ഇതേ കാര്യം തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും ഡിഫൈൻ ചെയ്യാറുണ്ട്. അതായത് ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ്സ് നീഡഡ് ടു എക്സ്പ്ലെയിൻ ദ ഓറിയൻറ്റേഷൻ ആൻഡ് പൊസിഷൻ ഓഫ് എ മോളിക്യൂൾ ഇൻ സ്പേസ്. നിങ്ങൾക്ക് സ്പേസിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ, ഒരു മോളിക്യൂളിൻ്റെ ഓറിയൻറ്റേഷനും പൊസിഷനും സ്പെസിഫൈ ചെയ്യാനായിട്ട് എത്ര കോർഡിനേറ്റുകൾ വേണം എന്നുള്ളതിനെയും അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയാറുണ്ട്. അതായത് നിങ്ങൾക്ക് സ്പേസിൽ ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക, ആൻഡ് ഈ മോളിക്യൂള് സ്പേസിൽ എവിടെയാണെന്ന് പറയാൻ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾക്ക് ഒരു എക്സ് കോർഡിനേറ്റ് ഉണ്ട്, ഒരു വൈ കോർഡിനേറ്റ് ഉണ്ട്, ഒരു സെഡ് കോർഡിനേറ്റ് ഉണ്ട്. എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ പറയും, വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂ പറയും, ആൻഡ് സെഡ് കോർഡിനേറ്റിൻ്റെയും വാല്യൂ പറയും. നൗ കോർഡിനേറ്റിൻ്റെ വാല്യൂ പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന മോളിക്യൂൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ മോളിക്യൂൾ ഒരു പക്ഷേ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ മോളിക്യൂളിൻ്റെ ഓറിയൻറ്റേഷൻ നിങ്ങൾക്ക് പറയണം. അപ്പോൾ ഓറിയൻറ്റേഷൻ പറയണമെങ്കിൽ എന്ത് പറയണം? അത് ഏത് ആക്സിസിന് വിത്ത് റെസ്പെക്ട് ടു ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറയണം. സോ അവിടെ നിങ്ങൾക്ക് ഒരു ആക്സിസിനെ ഡിഫൈൻ ചെയ്യേണ്ടി വരും. സോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ഈ തന്നിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മോളിക്യൂളിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടുന്നതിനനുസരിച്ച് അതിനെ പ്രോപ്പറായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ട നമ്പർ ഓഫ് കോർഡിനേറ്റ്സും ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ 2 രീതിയിലാണ് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന്, ഒരു മോളിക്യൂളിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ. 2, അതിൻ്റെ ഓറിയൻറ്റേഷനും പൊസിഷനും സ്പേസിൽ എവിടെയാണെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമായ നമ്പർ ഓഫ് കോർഡിനേറ്റ്സ്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം 2 കാര്യങ്ങളുടെ ഫംഗ്ഷൻ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ഓഫ് കോഴ്സ് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഒരു മോളിക്യൂൾസിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് അതിന് ഡിഗ്രി ഓഫ് ഫ്രീഡം വ്യത്യാസപ്പെടാം. ആൻഡ് ദ സെക്കൻഡ് തിങ്, ദാറ്റ് ഈസ് ദ ജിയോമെട്രി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റൊട്ടേഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ജിയോമെട്രി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന്, നമ്പർ ഓഫ് ആറ്റംസ്, രണ്ടാമത്തേത് ജിയോമെട്രി ഓഫ് ദ മോളിക്യൂൾ. നൗ അപ്പോൾ ഈ 2 കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട്
നമുക്ക് ഈ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് ഒരു ഇക്വേഷൻ എഴുതാം. സാധാരണ ഇതിൽ DOF എന്നാണ് നമ്മൾ വിളിക്കുന്നത്. വി ക്യാൻ കോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആസ് എഫ്. ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ എഫ് എന്ന് വിളിക്കാം. എഫ് ഇസ് ഈക്വൽ ടു, വി ഡിഫൈൻ ഇറ്റ് ആസ് 3n - c. ഇതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ആൻഡ് വാട്ട് ഈസ് c? c ഈസ് കോൾഡ് ദ കൺസ്ട്രെയിൻ. സിയെ നമ്മൾ കൺസ്ട്രെയിൻ എന്നാണ് വിളിക്കുന്നത്. വാട്ട് ഈസ് എ കൺസ്ട്രെയിൻ? നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ നോക്കാം. നമുക്ക് ഏതായാലും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചില മോളിക്യൂളുകൾ, സോ നമുക്ക് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. ട്രാൻസ്ലേഷണൽ ഡിഗ്രി, റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇതിൽ നമുക്ക് ഒരു മോണോ അറ്റോമിക് ഗ്യാസ് എടുക്കാം, മോണോ അറ്റോമിക് മോളിക്യൂൾ. സോ ഒരു മോണോ അറ്റോമിക് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇമാജിൻ, മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് ഒരു മോണോ അറ്റോമിക് ഗ്യാസ് ആണ്. ലൈക്ക് സാധാരണഗതിയിൽ മോണോ അറ്റോമിക് എന്ന് പറയുമ്പോൾ ഹീലിയം, ക്സനോൺ, ആർഗൺ, ഇവർക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇവരൊക്കെ ഇനേർട്ട് ഗ്യാസസ് ആണ്. കാരണം ഇവർക്ക് പരസ്പരം കൂട്ടുകൂടി നിൽക്കാൻ ഇഷ്ടമില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇനേർട്ട് ഗ്യാസസ് ആണ്, നോബിൾ ഗ്യാസസ് ആണ്. സോ ഇവരൊക്കെ സാധാരണഗതിയിൽ മോണോ അറ്റോമിക് ഗ്യാസുകൾ എന്നാണ് നമ്മൾ ഇവരെ വിളിക്കാറ്. മോണോ അറ്റോമിക് ആയിട്ടാണ് ഇവർ എക്സിസ്റ്റ് ചെയ്യാറുള്ളത്. ഇമാജിൻ നിങ്ങൾക്കൊരു ഹീലിയം ആറ്റം ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ ഹീലിയം ആറ്റം നിങ്ങൾക്ക് സ്പേസിലുണ്ട്. ഇതിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും? ആക്ച്വലി നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട് 3n - c എന്നാണ്. ആക്ച്വലി ഹീലിയത്തിന് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യാം, വൈ ആക്സിസിൽ മൂവ് ചെയ്യാം, Z ആക്സിസിൽ മൂവ് ചെയ്യാം. സോ ഇറ്റ് ഹാസ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് കൺസ്ട്രെയിൻസ്? ഒരു പശുവിനെ പിടിച്ചിട്ട് കെട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ആ കയറിനെ നമുക്കൊരു കൺസ്ട്രെയിൻ എന്ന് വിളിക്കാം. കാരണം കെട്ടിയിട്ടില്ലെങ്കിൽ പശുവിന് എങ്ങോട്ടേക്ക് വേണമെങ്കിലും പോകാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഫ്രീ. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആണ്. പക്ഷെ നിങ്ങൾ അതിനെ പിടിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ കയർ ഒരു കൺസ്ട്രെയിൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ദിസ് കയർ ഈസ് എ കൺസ്ട്രെയിൻ. അതുപോലെ തന്നെ ഒരു മോളിക്യൂളിനെയും എവിടെയെങ്കിലും പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കൗണ്ട് ഇറ്റ് ആസ് എ കൺസ്ട്രെയിൻ. മോളിക്യൂളിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ കയറെന്ന് പറയാൻ പറ്റില്ല. വി വിൽ കോൾ ദാറ്റ് ഇന്റർ അറ്റോമിക് ബോണ്ട്സ്. പക്ഷെ മോണോ അറ്റോമിക് ഗ്യാസ് ആയതുകൊണ്ട് തന്നെ അതിനൊരൊറ്റ ആറ്റമേ ഉള്ളൂ. അതിന് എവിടെയും പിടിച്ച് കെട്ടിയിട്ടിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അതിന് സ്പേസിൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. എക്സ് ആക്സിസിൽ മൂവ് ചെയ്യാം, വൈ ആക്സിസിൽ മൂവ് ചെയ്യാം, Z ആക്സിസിൽ മൂവ് ചെയ്യാം. സോ n എന്ന് വെച്ചാൽ 1 ആണ്. സോ 3 × 1 മൈനസ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് 0 ആണ് മോണോറ്റോമിക് ഗ്യാസിന്. സോ ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് 3 ഡിഗ്രീസ് അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് മോഷൻ. ഏതാണ്? ഈ മൂന്നും ട്രാൻസ്ലേഷൻ മോഷൻ ആണ്. എക്സിലും വൈയിലും സെഡിലുമുള്ള ട്രാൻസ്ലേഷൻ മോഷൻ. ദ സെയിം തിങ് ഇഫ് യു അപ്ലൈ ഇൻ ദ കേസ് ഓഫ് ഡയാറ്റമിക് മോളിക്യൂൾസ്. ഇതേ കാര്യം നമ്മൾ ഡയാറ്റമിക് മോളിക്യൂൾസിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ, ആരാണ് ഈ ഡയാറ്റമിക് മോളിക്യൂൾ? നമ്മുടെ O2 ഒക്കെ ഡയാറ്റമിക് മോളിക്യൂളാണ്. N2 നൈട്രജൻ ഒരു ഡയാറ്റമിക് മോളിക്യൂളാണ്. ആ ഡയാറ്റമിക് മോളിക്യൂളിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് അഗെയിൻ F is equal to 3n - c എന്ന് വിളിക്കാം. ആൻഡ് ദർ ഈസ് എ കൺസ്ട്രെയിൻ. ആ മോളിക്യൂളിനെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ട്. ആക്ച്വലി 2 ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദിസ്. ഓക്സിജനുകൾ തമ്മിൽ പരസ്പരം ഒരു ബോണ്ട് ഉണ്ട്. നൗ ഈ ഓരോ ഓക്സിജനും ഓഫ് കോഴ്സ് നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ആദ്യം. അതിനുശേഷം അത് ഏതൊക്കെ ടൈപ്പ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെന്ന് പറയാം. സോ 3 ടൈംസ് നമ്പർ ഓഫ് ആറ്റംസ് 2 ആണ്, മൈനസ് കൺസ്ട്രെയിൻ. എത്ര കൺസ്ട്രെയിൻ ഉണ്ട്? രണ്ടാളെയും പരസ്പരം കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. സോ ദർ ഈസ് എ സിംഗിൾ കൺസ്ട്രെയിൻ. സോ 1. സോ 3 × 2 5 ആണ്. 5 - 1 ആണ്. സോ 3 × 2 6 ആണ്. സോ 6 - 1 ടോട്ടൽ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. സോ ഒരു ഡയാറ്റമിക് മോളിക്യൂളിന് 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ആൻഡ് ആക്ച്വലി ഇവർ രണ്ടാളും ഇൻഡിപെൻഡൻ്റ് ആയിരുന്നെങ്കിൽ ഇവർക്ക് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടായേനെ. പക്ഷേ ഇവരെ പരസ്പരം പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് ദാറ്റ്സ് എ കൺസ്ട്രെയിൻ. അപ്പോൾ അവിടെ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം കുറയുന്നു. സോ ടോട്ടൽ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഒരു ഡയാറ്റമിക് മോളിക്യൂളിനുള്ളത്. ആൻഡ് ഏതൊക്കെയാണ് ഈ പറഞ്ഞ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? ഇതൊരു ഡയാറ്റമിക് മോളിക്യൂൾ ആണെന്ന് ഇമാജിൻ ചെയ്യാം. ഇവിടെ 2 സൈഡിലും നിങ്ങൾക്ക് 2 ആറ്റങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം. ദെൻ ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് എക്സ് ആക്സിസിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവും ഇങ്ങനെ, വൈ ആക്സിസിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവും ഇങ്ങനെ. ഓൾസോ ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് ആൻഡ് Z ആക്സിസ് മൂവ്മെന്റ്. സോ 3 ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ട്. ഈ 5 എണ്ണത്തിൽ 3 എണ്ണം ട്രാൻസ്ലേഷനിലാണ്. ആൻഡ് ബാക്കിയുള്ളതോ? ബാക്കി 2 എണ്ണം റൊട്ടേഷണൽ മോഷൻ ആണ്. ഇതിന് റൊട്ടേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും? എപ്പോഴും റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു ആൻ ആക്സിസ് ആയിരിക്കും. സോ ഇത് നമ്മുടെ ആക്സിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ലൈക്ക് ദിസ്. ആൻഡ് ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് മൂന്നാമത് മറ്റൊരു ആക്സിസ് കൂടിയുണ്ട്, ദാറ്റ് ഈസ് ദിസ് ആക്സിസ്. അതായത് അലോങ് നമ്മുടെ മോളിക്യൂളിൻ്റെ ഉള്ളിലൂടെയുള്ള ആക്സിസ്. ആ ആക്സിസിനെ വിത്ത് റെസ്പെക്ട് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് മൊമെന്റ് ഓഫ് ഇനേഷ്യ വളരെ കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ആക്സിസിന് വിത്ത് റെസ്പെക്ട് ഉള്ള റൊട്ടേഷൻ കൺസിഡർ ചെയ്യാറില്ല. സോ അതുകൊണ്ട് തന്നെ 3 ട്രാൻസ്ലേഷണൽ മോഷനും 2 റൊട്ടേഷണൽ മോഷനുമാണ് നമ്മുടെ ഡയാറ്റമിക് മോളിക്യൂൾ ഉണ്ടായിരിക്കുക. now സിമിലർലി നിങ്ങൾക്ക് ട്രയാറ്റോമിക് മോളിക്യൂളിൻ്റെതും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. now ട്രയാറ്റോമിക് മോളിക്യൂൾ, ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്, ജസ്റ്റ് ബ്രഷപ്പ് ചെയ്യാണ്. ട്രയാറ്റോമിക് മോളിക്യൂൾ നിങ്ങൾക്കറിയാം, ദേ ആർ മെയിൻലി ഓഫ് 2 ടൈപ്സ്. 2 എണ്ണമാണുള്ളത്. ഒരെണ്ണം ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂളും രണ്ടാമത്തേത് നോൺ ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂളും. ആൻഡ് അവരുടെ പേര് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അവരുടെ ഷേപ്പിനെ കുറിച്ചിട്ട്. കാർബൺ ഡൈ ഓക്സൈഡ്
ഈസ് എ ലീനിയർ ട്രയാറ്റമിക് മോളിക്യൂൾ. ഒരു കാർബണും 2 ഓക്സിജനുകളുമാണുള്ളത്. ആൻഡ് ഇതിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അഗെയിൻ ഗോയിങ് ബാക്ക് ടു അവർ ഓൾഡ് ഇക്വേഷൻ, F is equal to 3n - c ആണ്. ആകെ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്? 3 ആറ്റങ്ങളാണുള്ളത്. സോ 3 × 3 9 ആയിരിക്കും. വാട്ട് അബൌട്ട് കൺസ്ട്രെയിൻസ്? എത്ര കൺസ്ട്രെയിനുകളാണുള്ളത്? ഓരോ കെട്ടും ഓരോ ബോണ്ടും ഓരോ കൺസ്ട്രെയിൻസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ 1 2 2 കൺസ്ട്രെയിനുകളാണുള്ളത്. സോ 9 - 2 ടോട്ടൽ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഒരു ലീനിയർ ട്രയാറ്റമിക് മോളിക്യൂളിനുള്ളത്. ബട്ട് വാട്ട് അബൌട്ട് എ നോൺ ലീനിയർ ട്രയാറ്റമിക് മോളിക്യൂൾ? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇയാൾ ലീനിയർ ആയിരുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ മോളിക്യൂൾ ആയിരുന്നു. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ ലൈക്ക് നമ്മുടെ വാട്ടർ പോലെ, H2O പോലെ, ഓക്സിജനും 2 ഹൈഡ്രജനും. നൗ ഇറ്റ് ഈസ് എ നോൺ ലീനിയർ ട്രയാറ്റമിക് മോളിക്യൂൾ. ഇയാളുടെ കേസിലെ ഡിഗ്രി ഓഫ് ഫ്രീഡം അഗെയിൻ 3n - c ആണ്. ആൻഡ് ഓഫ് കോഴ്സ് 3 × 3 - c. c എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രെയിൻസ്. എത്ര ബോണ്ടുകളുണ്ട്? വി നോ ഹിയർ ഈസ് 1 ബോണ്ട്, ഹിയർ ഈസ് 1 ബോണ്ട്, there is 1 additional bond also. അതുകൊണ്ടാണ് ഞാൻ വാട്ടർ തന്നെ പറഞ്ഞത്. ദാറ്റ്സ് കോൾഡ് ദ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇവർ തമ്മിൽ ഇവരൊരു സ്ട്രെയിറ്റ് ലൈനിലല്ലോ, ഇവരൊരു അല്പം ബെൻഡ് ചെയ്ത് നിൽക്കുന്ന ഷേപ്പാണ്. സോ ഇവർ തമ്മിലും പരസ്പരം ഒരു ബോണ്ടിങ് ഉണ്ട്. നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ബോണ്ടിങ് ഉണ്ട്. നൗ ദാറ്റ് വിൽ ആക്ട് ആസ് അനദർ കൺസ്ട്രെയിൻ. അപ്പോൾ നമുക്ക് ടോട്ടലി എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട്? അൺലൈക്ക് അവർ ലീനിയർ ട്രയാറ്റമിക് മോളിക്യൂൾ, ഒരു നോൺ ലീനിയർ ട്രയാറ്റമിക് മോളിക്യൂളിന് 2 അല്ല 3 ബോണ്ടുകളാണുള്ളത്. സോ 3 കൺസ്ട്രെയിൻസ് ആർ ദെയർ. സോ 3 × 3 - 3. സോ 9 - 3 ആണ്. വാട്ട് വിൽ ബി ദാറ്റ്? നമുക്ക് 6 ആയിരിക്കും. ഓക്കെ, സോ ടോട്ടൽ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഒരു നോൺ ലീനിയർ ട്രയാറ്റമിക് മോളിക്യൂളിനുള്ളത്. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇക്വിപാർട്ടീഷൻ തിയറം പഠിക്കും, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഡയാറ്റോമിക് ട്രയാറ്റമിക് മോളിക്യൂളുകളുടെയൊക്കെ ഡിഗ്രി ഓഫ് ഫ്രീഡം പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. സോ അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്കറിയണം. സോ നമുക്ക് മോണോറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ എഴുതി വെക്കാം. സോ ഇറ്റ് ഈസ് ഹാവിങ് ഡിഗ്രി ഓഫ് ഫ്രീഡം 3 × 1 that is 3. ആൻഡ് ഡയാറ്റോമിക് ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 2 - 1. സോ ദാറ്റ് ഈസ് 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ട്രയാറ്റോമിക്കിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒരെണ്ണം ലീനിയർ, രണ്ടാമത്തേത് നോൺ ലീനിയർ എന്ന് നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതായാലും ലീനിയറിൻ്റെ കേസിൽ നമ്മൾ എത്രയാണ് പറഞ്ഞിരുന്നത്? 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. എങ്ങനെയായിരുന്നു? 3 × 3 - 2 2 ബോണ്ടുകൾ. സോ ടോട്ടൽ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നോൺ ലീനിയർ ആവുന്ന കേസിലോ ഒരു ബോണ്ട് എക്സ്ട്രാ വരുന്നു. സോ F is equal to 3 × 3 - 3 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ ഈ കാര്യം നിങ്ങളുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. ഈ ഒരു ഫ്ലോ ചാർട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ. നൗ മൂവിങ് ഫോർവേഡ് വി ആർ ഗോയിങ് ഇൻ ടു ദ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളുണ്ടായിരുന്നു. കുഞ്ചിയമ്മയ്ക്ക് എന്തെങ്കിലും കിട്ടിയാൽ 5 മക്കൾക്കും ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കുമായിരുന്നു. ഇതേ സംഗതി തന്നെയാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത് എല്ലാ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും എനർജി ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കുന്നു. അതായത് ഒരു മോളിക്യൂളിന് ടോട്ടൽ ഒരു എനർജി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ എനർജി ഓരോ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതാണ് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇഫ് എ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം അറ്റ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ T. സോ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ്, ടെമ്പറേച്ചർ എത്രയാണ്? T ആണെന്ന് വിചാരിച്ചാൽ ദ ടോട്ടൽ എനർജി ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് equally in different energy modes of absorption and the energy in each mode will be half kBT. Now ഒരു എക്സാമ്പിൾ കൂടി പറയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. നമ്മുടെ കയ്യിലുള്ളത് ഒരു മോണോ അറ്റോമിക് ഗ്യാസ് ആണെന്ന് വിചാരിക്കുക. വി ഹാവ് എ മോണോ അറ്റോമിക് മോളിക്യൂൾ. നമ്മുടെ ഹീലിയത്തിനെ പോലെ, ആർഗണിനെ പോലെ ഒരു മോണോ അറ്റോമിക് മോളിക്യൂൾ ആണ്. സോ ആൾക്ക് എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്? F is equal to 3 in case of a മോണോ അറ്റോമിക് ഗ്യാസ് അല്ലെങ്കിൽ മോണോ അറ്റോമിക് മോളിക്യൂൾ. Now അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? നമ്മളോട് ഇക്വിപാർട്ടീഷൻ തിയറം പറഞ്ഞിരിക്കുന്നത് ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ഹാഫ് kBT എനർജി ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന മോണോ അറ്റോമിക് ഗ്യാസിലുള്ള ഒരു സിംഗിൾ മോളിക്യൂളിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ടോട്ടൽ ഗ്യാസിലുള്ള ഒരു സിംഗിൾ മോളിക്യൂളിൻ്റെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ ആവറേജ് എനർജിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ആവറേജ് എനർജി നമ്മൾ U എന്നാണ് വിളിക്കുന്നത്. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എത്ര മോഡ്സ് ഉണ്ട് എന്നുള്ളത് എഴുതണം. സോ F ടൈംസ് ഹാഫ് kBT. സോ ഇതാണ് നിങ്ങൾക്ക് അതിൻ്റെ ആവറേജ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇങ്ങനെയും എഴുതാറുണ്ട്. ആവറേജ് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു F ടൈംസ് ഹാഫ് kBT. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മളിതിന് തൊട്ട് മുന്നേ നമ്മുടെ മോണോ ആറ്റോമിക് ഡയാറ്റോമിക് ഗ്യാസുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവരെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഈ പറഞ്ഞ 3, 5, 7, 6 ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു.
ആക്ച്വലി ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മുടെ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ ഈ പറഞ്ഞ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ നിശ്ചയിക്കുന്നതിൽ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ എനർജി കിട്ടുന്നു. കൂടുതൽ എനർജി കിട്ടിയാൽ കൂടുതൽ ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡുകളിലൂടെ വൈബ്രേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മൂവ് ചെയ്യാനായിട്ട് നമ്മുടെ മോളിക്യൂളിന് സാധിക്കുന്നു. ഈ പറഞ്ഞതെല്ലാം എനർജി അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒരു 100 കെൽവിനും 1000 കെൽവിനും ഇടയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കേസുകളാണ്. അതായത് ടെമ്പറേച്ചർ, ആംബിയൻ ടെമ്പറേച്ചർ 100 കെൽവിനും 1000 കെൽവിനും ഇടയ്ക്കാണെങ്കിൽ മോണോറ്റോമിക് ഗ്യാസിന് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാകും, ഡയറ്റോമിക് ഗ്യാസിന് 5 ഡിഗ്രീസ്, 7 ഡിഗ്രീസ്, 6 ഡിഗ്രീസ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ തന്നിരിക്കുന്ന ഡയാറ്റോമിക് ഗ്യാസിൻ്റെ കേസിലുള്ള കൺസ്ട്രെയിൻ എന്തായിരുന്നു? ആ ബോണ്ടാണ് അവിടുത്തെ കൺസ്ട്രെയിൻ. അതായത് ഈ തന്നിരിക്കുന്ന 2 ആറ്റങ്ങളെയും ബന്ധിപ്പിക്കുന്ന ബോണ്ടാണ് കൺസ്ട്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷേ when the temperature is greater than 1000 Kelvin, ടെമ്പറേച്ചർ 1000 കെൽവിന് മേലേക്ക് പോകുമ്പോൾ വളരെ ഹൈ ടെമ്പറേച്ചർ ആകുന്ന കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഗതി സംഭവിക്കുന്നു. ഈ ബോണ്ട് നോൺ റിജിഡ് ആയിട്ട് മാറുന്നു. ഇപ്പോൾ ശരിക്കും ആക്ച്വലി ഈ തന്നിരിക്കുന്ന ടെമ്പറേച്ചറിൽ, നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ടെമ്പറേച്ചറിൽ, ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചേഴ്സിൽ ബോണ്ട് റിജിഡ് ആണ്. അതായത് ഈ എടുത്തിരിക്കുന്ന റോഡ് പോലെ ഈ ബോണ്ടിന് കോൺട്രാക്ട് ചെയ്യാനോ എക്സ്പാൻഡ് ചെയ്യാനോ സാധിക്കുന്നില്ല. പക്ഷേ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു നോൺ റിജിഡ് മോളിക്യൂളായിട്ട് മാറുന്നു. റിജിഡ് മോളിക്യൂൾ ഒരു നോൺ റിജിഡ് മോളിക്യൂളായിട്ട് മാറുന്നു. അതായത് മോളിക്യൂളിന് ഷ്രിങ്ക് ചെയ്യാനായിട്ടും എക്സ്പാൻഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ബോണ്ട് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിനെ അല്ലാണ്ടായിട്ട് മാറുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് ദ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. നമ്മളിപ്പോൾ ട്രാൻസ്ലേഷണൽ ഡിഗ്രി പറഞ്ഞു, റൊട്ടേഷണൽ ഡിഗ്രി പറഞ്ഞു. നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ 3 ട്രാൻസ്ലേഷനും 2 റൊട്ടേഷനുമാണ്. ബട്ട് വെൻ ദ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ, ദർ അനദർ മോഡ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ അനദർ മോഡ് ഓഫ് മൂവ്മെന്റ് ക്യാൻ കം ഇൻ. അതിനെയാണ് നമ്മൾ വൈബ്രേഷണൽ മോഡ് എന്ന് പറയുന്നത്. ഈ വൈബ്രേഷണൽ മോഡ് ഓൺലി അറ്റ് വെരി ഹൈ ടെമ്പറേച്ചേഴ്സിൽ മാത്രമേ ആക്ടിവേറ്റഡ് ആവുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദർ ഇസ് എ സ്പെഷ്യൽ കണ്ടീഷൻ ഫോർ ദാറ്റ്. സോ അറ്റ് വെരി ഹൈ ടെമ്പറേച്ചേഴ്സ് മോളിക്യൂൾ വിൽ ഗെറ്റ് an additional degree of freedom. That is called vibrational degree of freedom. So ഇവിടെ നമ്മൾ കൺസ്ട്രെയിൻ ആയിട്ട് എടുക്കുന്നത് ബോണ്ടുകളെയാണ്. അപ്പോൾ വളരെ ഹൈ ടെമ്പറേച്ചറിൽ ബോണ്ടുകൾ ഒരു കൺസ്ട്രെയിൻ അല്ലാണ്ടായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ അറ്റ് വെരി ഹൈ ടെമ്പറേച്ചേഴ്സ് നമുക്കിതേ പറഞ്ഞതുപോലെ മോണോ അറ്റോമിക്, ഡയാറ്റോമിക്, ട്രയാറ്റോമിക് ഗ്യാസുകളുടെ കേസിലുള്ള അവരുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്ന് എഴുതി നോക്കാം. എഫ്. ഓൾറെഡി മോണോ അറ്റോമിക് ഗ്യാസിന് കൺസ്ട്രെയിൻ ഒന്നുമില്ല. ടെമ്പറേച്ചർ എത്ര കൂടിയാലും കൺസ്ട്രെയിൻ ഉണ്ടാവാൻ പോകുന്നില്ല. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3 ഡിഗ്രി ഓഫ് ഫ്രീഡം തന്നെയാണ്. ഡയാറ്റോമിക് ഗ്യാസിനാണെങ്കിലോ എഫ് വാസ് 3n - c. സി ഇല്ല, ബോണ്ട് ഒരു കൺസ്ട്രെയിൻ അല്ല. കാരണം ബോണ്ടിന് കോൺട്രാക്ട് ചെയ്യാനും എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സോ അതായത് മോളിക്യൂളുകൾക്ക് ഈ ഒരു പ്ലെയിനിൽ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം അലൗഡ് ആയിട്ടുണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് എഫ് ഈസ് ഈക്വൽ ടു 3n - c. സോ 3 × n എന്ന് വെച്ചാൽ 2 ആണ്. സോ ടോട്ടൽ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ ദർ ഈസ് നോ ലോസ് ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം. സോ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടുന്നു. അതായത് 3 ട്രാൻസ്ലേഷൻ, 2 റൊട്ടേഷൻ, 1 വൈബ്രേഷൻ. സോ ഇങ്ങനെ 6 ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടുന്നു. ഇത് ഒള്ളി എപ്പോൾ മാത്രമേ ഉള്ളൂ? വൈബ്രേഷണൽ ഡിഗ്രീസ് വരുന്നത് ടെമ്പറേച്ചർ 1000 കെൽവിനേക്കാൾ മേലെ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. ആൻഡ് ട്രയാറ്റോമിക് ഗ്യാസുകളുടെ കേസിലാണെങ്കിലോ, ഇവിടെ ഒന്നാമത്തെ കേസിൽ ഇവിടെ 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ലീനിയർ മോളിക്യൂളിനുള്ള 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, 3 ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടായിരുന്നു, 2 റൊട്ടേഷണൽ മോഷൻ ഉണ്ടായിരുന്നു, 1 വൈബ്രേഷണൽ മോഷൻ ഉണ്ടായിരുന്നു. എവിടെ? ടെമ്പറേച്ചർ 100നും 1000നും ഇടയ്ക്ക് നിൽക്കുന്ന സമയത്ത്. ബട്ട് അടുത്ത കേസിൽ ഈ പറഞ്ഞ രീതിയിൽ ടെമ്പറേച്ചർ വളരെ ഹൈ ആകുമ്പോൾ ബോണ്ടുകളെല്ലാം എന്താവുന്നു? നോൺ റിജിഡ് ആയിട്ട് മാറുന്നു. ടോട്ടൽ ഡിഗ്രി കൺസ്ട്രെയിൻസ് ഇല്ലാണ്ടാവുന്നു. ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്തായിട്ട് മാറുന്നു? 3 × 3 ടോട്ടൽ 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് മാറുന്നു. ആൻഡ് സിമിലർലി നോൺ ലീനിയർ മോളിക്യൂളിനും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നോൺ ലീനിയർ മോളിക്യൂളിന് ആദ്യം 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരുന്നു. ഏതൊക്കെയാ? 3 ട്രാൻസ്ലേഷനും 3 റൊട്ടേഷനും ആയിരുന്നു. നൗ അടുത്ത കേസിൽ ഇവിടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്ന സമയത്ത് വി ക്യാൻ റൈറ്റ് എഫ് വിൽ ബി അഗെയിൻ 3 × 3. സോ ടോട്ടൽ 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തന്നെ വരുന്നു. സോ 3 ട്രാൻസ്ലേഷൻ, 3 റൊട്ടേഷൻ, 3 വൈബ്രേഷണൽ മോഷൻ ആയിട്ട് മാറുന്നു. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള കേസ്. ഈ കാര്യം ഓർത്തിരിക്കുക. വൈബ്രേഷണൽ മോഷൻസ് വരുന്ന സമയത്ത് കൂടുതൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അലൗഡ് ആവുന്നു. പക്ഷേ ഒരിക്കലും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3n മേലെ പോകുന്നില്ല. കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. വൈബ്രേഷണൽ മോഷൻ്റെ കാര്യവും വൈബ്രേഷൻ ഇല്ലാതിരിക്കുന്ന സമയത്തും ഈ ഓരോ 6 ഡിഗ്രി എന്ന് പറയുമ്പോൾ ആ ഓരോ ഡിഗ്രിയും ഏതാണെന്ന് കൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഇവിടെ 6 ഡിഗ്രി എന്ന് പറയുമ്പോൾ 3 ട്രാൻസ്ലേഷൻ ഉണ്ട്, 2 റൊട്ടേഷൻ ഉണ്ട്, 1 വൈബ്രേഷനാണ് വരുന്നത്. ഓക്കെ, നൗ മൂവിങ് ഫോർവേഡ്. അപ്പോൾ നമ്മളിപ്പോൾ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജിയിൽ നമുക്ക് ചെറിയൊരു കറക്ഷൻ കൂടി വരുത്താനുണ്ട്. കാരണം ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത് ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ½ kBT എനർജി വെച്ചിട്ട് വീതിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. ബട്ട് ദാറ്റ്സ് നോട്ട് ട്രൂ എക്സാക്ട്ലി. ഓരോ ക്വാഡ്രാറ്റിക് ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ½ kBT എനർജി വെച്ച് കൊടുക്കുമെന്നാണ് ആക്ച്വലി പറയേണ്ടത്. ക്വാഡ്രാറ്റിക് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ് ഈ സാധനം?
ആക്ച്വലി നമ്മൾ സാധാരണഗതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു സംഗതിയാണ് എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാമിൽട്ടോണിയൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ നിങ്ങൾ ഒരു ട്രാൻസ്ലേഷണൽ മോഷൻ എടുക്കുകയാണെങ്കിലും ഒരു റൊട്ടേഷണൽ മോഷൻ എടുക്കുകയാണെങ്കിലും ഈ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്ന എല്ലായ്പ്പോഴും രണ്ട് ഫാക്ടറുകളുടെ സമ്മായിരിക്കും. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മായിരിക്കും. നിങ്ങളൊരു മോളിക്യൂൾ ഇമാജിൻ ചെയ്യാം. സോ നമ്മളൊരു ഡയാറ്റമിക് മോളിക്യൂൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നു. നൗ ഇതിന് ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. നൗ വളരെ ഹൈ ടെമ്പറേച്ചർ ആണെന്ന് വിചാരിച്ചോളാം, വൈബ്രേഷണൽ മോഷനും ഉണ്ട് എന്ന് വിചാരിച്ചോളാം. നൗ ഈ മോളിക്യൂളിന് ട്രാൻസ്ലേഷണൽ മോഷൻ നടത്താൻ പറ്റും. സോ 3 ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട്. നൗ ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് റൊട്ടേഷണൽ മോഷൻ, 2 റൊട്ടേഷണൽ മോഷൻ ഇതിന് പോസിബിൾ ആണ്. നൗ ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസ്ലേഷണൽ മോഷൻ ആയാലും റൊട്ടേഷണൽ മോഷൻ ആയാലും ഈ പറഞ്ഞിരിക്കുന്ന ഹാമിൽട്ടോണിയൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ടോട്ടൽ എനർജി എന്നേ അർത്ഥമുള്ളൂ. അതിൽ ആകെ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, കൈനറ്റിക് എനർജി ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. പൊട്ടൻഷ്യൽ എനർജി ഇല്ല, കാരണം അതൊരു മൂവ്മെൻറ്റ് നടക്കുകയാണ്. അവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയെ പറ്റി ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. സോ ട്രാൻസ്ലേഷണൽ മോഷൻ ആണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ആസ് ഹാഫ് mv² ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആണെങ്കിലോ ഹാഫ് I⍵². സോ ഇങ്ങനെയാണ് നമുക്ക് കൈനറ്റിക് എനർജി ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു വൈബ്രേഷണൽ മോഷൻ നടത്തുന്ന സമയത്ത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു സ്പ്രിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള 2 ബോളുകൾ പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ ഹാർമോണിക് ഓസിലേറ്റർ. ഒരു ഹാർമോണിക് ഓസിലേറ്ററിന് 2 എനർജി ഉണ്ട്, അതായത് പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്, കൈനറ്റിക് എനർജിയും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്മുടെ വൈബ്രേഷണൽ മോഷൻ എടുക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി ടേമും പൊട്ടൻഷ്യൽ എനർജി ടേമും ആക്ച്വലി അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് അതർ 2 മോഷൻസ്, ട്രാൻസ്ലേഷനിലും വൈബ്രേഷനിലും പൊട്ടൻഷ്യൽ എനർജി ടേം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ, അതായത് ട്രാൻസ്ലേഷണൽ മോഷൻ ആയാലും ഓരോ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ഓരോ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ഹാഫ് kBT എനർജി വെച്ചിട്ട് കൊടുക്കും. കാരണം അവരുടെ ഹാമിൽട്ടോണിയനിൽ ആകെ ഒരൊറ്റ എനർജി ടേം മാത്രമേ ഉള്ളൂ. പക്ഷേ വെൻ യു ആർ കമ്മിങ് ഇൻ ടു വൈബ്രേഷണൽ മോഷൻ്റെ ഹാമിൽട്ടോണിയനിൽ 2 എനർജി ടേമുകളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓരോ എനർജി ടേമിനും കറസ്പോണ്ടിങ് ആയിട്ട് ഹാഫ് kBT എനർജി വീതിച്ചു കൊടുക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒന്നാമത്തേത്, ഓരോ റൊട്ടേഷണൽ ഡിഗ്രിക്കും അല്ലെങ്കിൽ റൊട്ടേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും എത്ര എനർജി കിട്ടും? ഹാഫ് kBT എനർജിയുടെ ഷെയർ ആണ് കിട്ടുക. സെക്കൻഡ് തിങ്, ഓരോ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും, നേരെ തിരിച്ചാണ് എഴുതേണ്ടത് പക്ഷേ കുഴപ്പമില്ല, ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ഹാഫ് kBT എനർജി ഷെയർ ആണ് കിട്ടുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് വൈബ്രേഷണൽ മോഷൻ, വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, ഓരോ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും ഹാഫ് kBT പ്ലസ് ഹാഫ് kBT എനർജിയാണ് കിട്ടുക. ഹാഫ് kBT ഫോർ ഇറ്റ്സ് കൈനറ്റിക് എനർജി പാർട്ട് ഇൻ ഹാമിൽട്ടോണിയൻ, ഹാഫ് kBT എനർജി ഫോർ ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി പാർട്ട് ഇൻ ഹാമിൽട്ടോണിയൻ. സോ ടോട്ടൽ എനർജി kBT ആണ് ഒരു വൈബ്രേഷണൽ DOFന് കിട്ടുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി വെച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഡയാറ്റമിക് ഗ്യാസിൻ്റെയൊക്കെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ ആവറേജ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ഈ ആവറേജ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ടോട്ടൽ എനർജി ഇൻ ദ കേസ് ഓഫ് എ ഡയാറ്റമിക് ഗ്യാസ് അല്ലെങ്കിൽ ഡയാറ്റമിക് മോളിക്യൂൾ. സോ ആദ്യമേ തന്നെ നമുക്ക് യുവിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ യു? യു ഈസ് റിട്ടൺ ആസ് F/2 kBT എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. വി ആർ കൺസിഡറിങ് ഒരു ഡയാറ്റമിക് മോളിക്യൂൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കേസ് ആയതുകൊണ്ടാണ് ഡയാറ്റമിക് മോളിക്യൂൾ എടുക്കുന്നത്. നൗ വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ഫ്രീഡം? ഡിഗ്രി ഓഫ് ഫ്രീഡം അറ്റ് ലോവർ എനർജി നമ്മൾ സാധാരണഗതിയിൽ നേരത്തെ എഴുതിയിരുന്നു 5 ആണ്. 5/2 kBT ആണ്. സോ അതായത് 5/2 kBT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 3 ട്രാൻസ്ലേഷനുകൾക്ക് ഹാഫ് kBT എനർജി വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. 2 റൊട്ടേഷനുകൾക്ക് ഹാഫ് kBT എനർജി വെച്ചിട്ട് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ 3/2 kBT പ്ലസ് 2/2 kBT. So you will get total 5/2 kBT. Now let me ask you, വൈബ്രേഷണൽ മോഡ് കൂടി ഉണ്ട് എന്ന് വിചാരിക്കാം. സോ വാട്ട് വിൽ ബി ദ ആവറേജ് എനർജി എന്ന് നിങ്ങളോട് ചോദിച്ചേക്കാം. Now വൈബ്രേഷണൽ മോഡ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യു ഹാവ് ടു ആഡ് എത്ര വൈബ്രേഷണൽ ഡിഗ്രി ആണ് അലൗഡ് ആയിട്ടുള്ളത്? 3 × 2 ടോട്ടൽ 6 ഡിഗ്രീസ് ഒരു വൈബ്രേഷണൽ മോഡാണ് അലൗഡ് ആയിട്ടുള്ളത്. സോ ഓൾറെഡി ബാക്കി 2 ആളുകളും ട്രാൻസ്ലേഷനും റൊട്ടേഷനും ടോട്ടലി എത്ര ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്, എത്ര എനർജി ഉണ്ട്? 5/2 kBT ഉണ്ട്. പ്ലസ് ഇതിൻ്റെ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ എനർജി കൂടി ആഡ് ചെയ്യേണ്ടത്. വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് എത്ര എനർജി ഉണ്ട്? kBT എനർജിയാണ്, ഹാഫ് kBT അല്ല kBT. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് 7/2 kBT എന്ന് കിട്ടുന്നു. സോ യു ഇൻ ദ കേസ് ഓഫ് വൈബ്രേഷൻ ഓൾസോ, വൈബ്രേഷനും കൂടി ഉൾപ്പെടുകയാണെങ്കിൽ
ഇതിൻ്റെ ടോട്ടൽ എനർജി അല്ലെങ്കിൽ ആവറേജ് എനർജി എത്രയായിട്ട് മാറുന്നു? 7/2 kBT ആയിട്ട് മാറുന്നു. സോ ഈ കാര്യം നോട്ട് ചെയ്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രയാറ്റോമിക് മോളിക്യൂളുകളുടെ കേസിലുമുള്ള എനർജി, ആവറേജ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്ക് ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിലോ അല്ലെങ്കിൽ നമുക്ക് നോൺ ലീനിയർ ട്രൈ നോക്കാം. നോൺ ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂൾ ആകെ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ആണുള്ളത്? F = സാധാരണഗതിയിലാണെങ്കിൽ 6 degrees ഓഫ് ഫ്രീഡം ആണുള്ളത്. ഏതൊക്കെയാണ്? 3 ട്രാൻസ്ലേഷൻ ആൻഡ് 3 റൊട്ടേഷൻ. നൗ അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ അഡീഷണലി നമുക്ക് 3 വൈബ്രേഷണൽ ഡിഗ്രീസും കൂടി കടന്നു വരുന്നുണ്ട്. നൗ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? യു ക്യാൻ റൈറ്റ് U = F/2 kBT എന്നാണ് അറ്റ് ലോവർ എനർജി. ലോവർ എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻ ബിറ്റ്വീൻ 100 Kelvinum ആൻഡ് 1000 Kelvinum ഇടയിൽ നിൽക്കുമ്പോൾ. സോ യു ക്യാൻ റൈറ്റ് F/2 kBT ആണ്. സോ ആദ്യം 3 ട്രാൻസ്ലേഷൻ ആൻഡ് 3 റൊട്ടേഷൻ ആണ് ഉണ്ടാവുക. സോ ടോട്ടൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം? 6/2 kBT ആണ് ലോവർ എനർജിയിലുള്ള ഇതിൻ്റെ ആവറേജ് എനർജി. അറ്റ് വെരി ഹൈ എനർജി എന്താ സംഭവിക്കുക? ഈ തന്നിരിക്കുന്ന 6/2 kBTയുടെ കൂടെ നമുക്ക് ട്രാൻസ്ലേഷണൽ 3 വൈബ്രേഷണൽ മോഷൻ കൂടിയുണ്ട്. സോ 3 വൈബ്രേഷൻ കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 3 kBT നമുക്ക് കിട്ടുന്നു. സോ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 12/2 kBT എന്ന് കിട്ടുന്നു. സോ 6 kBT പ്ലസ് 3 kBT. സോ 3 × 2 6 ആണ്. സോ 6 + 6 12/2. സോ 6 kBT എന്ന് കിട്ടുന്നു. നിങ്ങളോട് പലപ്പോഴും ചോദിച്ചേക്കാം, കാൽക്കുലേറ്റ് ദ ടോട്ടൽ എനർജി അല്ലെങ്കിൽ ദ ആവറേജ് എനർജി ഓഫ് എ നോൺ ലീനിയർ ട്രയാറ്റോമിക് മോളിക്യൂൾ എന്ന് ചോദിച്ചേക്കാം. എത്രയാണത്? 6 kBT ആണ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ട് അതൊന്ന് ചൂസ് ചെയ്യാനായിട്ട് ചോദിക്കും. സോ നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണും. സോ ഏതായാലും ഇങ്ങനെയാണ് നിങ്ങൾ ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വൈബ്രേഷനെ കൂടി അക്കൗണ്ട് ചെയ്യണം. കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അഗെയിൻ നമുക്ക് ഒരു ഫസ്റ്റ് പ്രോബ്ലം എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. എ ഗ്യാസ് മിക്സ്ചർ, ഒരു ഗ്യാസ് മിക്സ്ചറിൽ 2 മോൾ ഓഫ് ഓക്സിജനും ഉണ്ട്, 4 മോൾ ഓഫ് ആർഗണും ഉണ്ട്. ടെമ്പറേച്ചർ എത്രയാണ്? T ആണ്. നെഗ്ലക്റ്റിംഗ് ഓൾ ദ വൈബ്രേഷണൽ മോഡ്സ്, വൈബ്രേഷണൽ മോഡുകളെല്ലാം നെഗ്ലക്ട് ചെയ്താൽ ദ ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പ്രോബ്ലം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. ഒരു ഗ്യാസ് മിക്സ്ചറിൽ 2 മോൾ ഓഫ് ഓക്സിജൻ ആണുള്ളത്, 4 മോൾ ഓഫ് ആർഗൺ ആണുള്ളത്, ടെമ്പറേച്ചർ T ആണ്. വൈബ്രേഷണൽ മോഡുകളൊക്കെ നെഗ്ലക്ട് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഇന്റേണൽ എനർജി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ മറ്റൊരു ചെറിയ ടെക്നിക്കും കൂടി പഠിക്കേണ്ടതുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന എനർജി U ഫോർ എ സിംഗിൾ മോഡ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഫോർ 1 ഡിഗ്രി 1 DOF. സാധാരണഗതിയിൽ വൈബ്രേഷൻ നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ 1/2 kBT എനർജിയാണ് ഒരു സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനുള്ളത്. കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ വെക്കണം, സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനാണ് ഈ എനർജി ഉള്ളത്. ആർക്ക്? ഒരു സിംഗിൾ മോളിക്യൂളിന്. ഇങ്ങനത്തെ എത്ര മോളിക്യൂളുകളുണ്ട്? 1 മോളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ 6.022 × 10⁻23 മോളിക്യൂളുകളുണ്ട്. അങ്ങനത്തെ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് അങ്ങനത്തെ. ഇത് ഒരു മോളിക്യൂളിൻ്റെ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. നിങ്ങൾ എടുത്തിരിക്കുന്നത് മോണോറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് അതിൻ്റെ ആവറേജ് എനർജി ഓഫ് എ സിംഗിൾ മോളിക്യൂൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3/2 kBT. ഒരു മോണോറ്റോമിക് ഗ്യാസ് ആണ്. മോണോറ്റോമിക് ഗ്യാസിൻ്റെ കേസിലുള്ള ആവറേജ് എനർജി 3/2 kBT ആണ്. ഇതൊരു സിംഗിൾ മോളിക്യൂളിനാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു കണ്ടെയ്നറിനുള്ളിൽ ഇതുപോലത്തെ ടോട്ടൽ ക്യാപിറ്റൽ N നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ N നമ്പർ ഓഫ് മോളിക്യൂൾസ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് എനർജി എന്താവും? ആവറേജ് എനർജി ഓഫ് ദ എൻറ്റയർ സിസ്റ്റം. ഇതൊരു മോളിക്യൂളിനാണ്. എൻറ്റയർ സിസ്റ്റത്തിൻ്റെ കേസിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഒരാൾക്ക് ഇത്രയും എനർജി ആണെങ്കിൽ N നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് 3/2 kBT എന്ന് എഴുതാം. ഓക്കെ, നൗ ഇവിടെ ഞാൻ ചെറിയൊരു മാറ്റം വരുത്താണ്. ഐ നോ NA/KB = R എന്നുള്ള ഒരു റിലേഷൻ എനിക്കറിയാം. ഇതിൽ NA എന്ന് വെച്ച് കഴിഞ്ഞാൽ അവഗാഡ്രോ നമ്പറാണ്, KB എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾട്സ്മാൻസ് കോൺസ്റ്റൻ്റ് ആണ്, R എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. പലപ്പോഴും നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ആറിൻ്റെ ടേമിലായിരിക്കും കാൽക്കുലേഷൻസ് നടത്തേണ്ടത്. അതായത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ ടേമിലായിരിക്കും കാൽക്കുലേഷൻസ് നടത്തേണ്ടത്. സോ അതായത് മോൾ ടേമിലായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ടാവാം. സോ അതിന് വേണ്ടിയിട്ടുള്ള കൺവേർഷനാണ് ഈ പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് എക്സ്പ്രഷൻ ഐ ക്യാൻ റൈറ്റ് KB എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? R/NA എന്ന് മാറ്റി എഴുതാം. ആൻഡ് ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഹിയർ. ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ ആവറേജ് എനർജി ഓഫ് ദ സിസ്റ്റം എത്രയായിരിക്കും? 3/2. N-ന് മാറ്റില്ല, KBക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. R/NA ടൈംസ് T എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Now ഒരു കാര്യം ശ്രദ്ധിക്കണം, N/NA. വാട്ട് ഈസ് ദാറ്റ്? ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. അത് ആക്ച്വലി എന്താണ്? നമ്പർ ഓഫ് മോൾസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3/2 N/NA. എനിക്ക് നമ്പർ ഓഫ് മോൾസ് എന്ന് എഴുതാം, NRT എന്ന് എഴുതാം. ഇതായിരിക്കും നിങ്ങൾ കുറച്ചും കൂടി കണ്ട് പരിചയമുള്ള ഇക്വേഷൻ.
നിങ്ങൾക്കൊരു ഗ്യാസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവറേജ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യു ക്യാൻ എയ്തർ യൂസ് 3/2 kBT അല്ലെങ്കിൽ 3/2 RT. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു മോൾ ആണെങ്കിൽ, ഈ n എന്ന് പറയുന്നത് 1 മോൾ ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3/2 RT. ഓക്കെ, സോ ആവറേജ് എനർജി ഓഫ് ദ എൻറ്റയർ സിസ്റ്റം ദാറ്റ് ഈസ് 3/2 nRT ആണ്. ഫോർ 1 മോൾ ഓഫ് എനി ഗ്യാസ്, എനി മോണോഅറ്റോമിക് ഗ്യാസ്, ആവറേജ് എനർജി അപ്പോൾ എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3/2 RT ആയിരിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 മോൾ ഓക്സിജൻ എന്നാണ്, 2 മോൾ ഓക്സിജനും 4 മോൾ ആർഗണും. ആർഗൺ ഒരു ഇനേർട്ട് ഗ്യാസ് ആണ്. സോ ഇയാൾ എന്താണ്? മോണോ അറ്റോമിക് ആണെന്ന് നമുക്ക് ഒറ്റയടിക്ക് തന്നെ പറയാം. രണ്ടാമത്തെ ആൾ ഓക്സിജൻ ആണ്. ഓക്സിജനോ? ഓക്സിജൻ ജന്മന ഡയാറ്റമിക് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഡയാറ്റമിക് ഗ്യാസും ഒരു മോണോ അറ്റോമിക് ഗ്യാസും. ഇവർ രണ്ടാളും ഇരിക്കുന്നത് ടെമ്പറേച്ചർ Tയിലാണ്, വൈബ്രേഷണൽ മോഡൊന്നും ഇല്ല. സോ ലോവർ ടെമ്പറേച്ചർ ആണ്. ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിസ്റ്റത്തിൻ്റെ ഇന്റേണൽ എനർജിയാണ്. സോ ടോട്ടൽ ഇന്റേണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് ഓക്സിജൻ പ്ലസ് ടോട്ടൽ ഇന്റേണൽ എനർജി ഡ്യൂ ടു ആർഗൺ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. സോ അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ഡയാറ്റോമിക് ഗ്യാസ്, ലോവർ എനർജി, വൈബ്രേഷൻ നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ? U of O2 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 5/2, ഡിഗ്രി ഓഫ് ഫ്രീഡം 5 ആണല്ലോ, 5/2 nRT. n എന്ന് വെച്ചാൽ എത്രയാണ്? 2 മോൾസ് ഓഫ് ഓക്സിജൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ 10/2 RT എന്ന് എഴുതാം. സോ ദിസ് ഇസ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം, ഓക്സിജൻ സിസ്റ്റം. ഓക്സിജൻ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജിയാണ്. സിമിലർലി നമുക്ക് എന്തും കാൽക്കുലേറ്റ് ചെയ്യാം. ആർഗൺ, ആർഗൺ മോണോഅറ്റോമിക് ഗ്യാസ് ആണ്. യുവിൻ്റെ ഇക്വേഷൻ എന്താണ്? F/2 RT ആണ് ഫോർ 1 മോൾ. സോ n മോൾസ്, n എന്ന് വെച്ചാൽ 4 മോളാണ്. സോ അങ്ങനെയാണെങ്കിൽ സിംഗിൾ മോണോഅറ്റോമിക് ആയതുകൊണ്ട് 3/2 n എത്രയാണ്? 4 മോൾസ്. സോ 4 RT. സോ 3/2 ഇൻറ്റു nRT ആണ്. സോ n എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആണ്. സോ 12/2 RT എന്ന് കിട്ടുന്നു. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10/2 പ്ലസ് 12/2. 10/2 എന്ന് വെച്ചാൽ എത്രയാണ്? 5 RT ആണ്. 12/2 എന്ന് വെച്ചാൽ 6 RT ആണ്. 6ഉം 5ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 11. സോ ടോട്ടൽ നമ്മുടെ ടോട്ടൽ ഇന്റേണൽ എനർജി എത്രയാണ് കിട്ടുക? 5 RT പ്ലസ് 6 RT ഈക്വൽസ് 11 RT. 11 RT ആണ് നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഇന്റേണൽ എനർജി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. 11 RT നമ്മുടെ ഓപ്ഷൻസിലുണ്ട്. സോ വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്തരത്തിൽ ടോട്ടൽ ഇന്റേണൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് മെത്തേഡ്. സോ ഇവിടെ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോകേണ്ട ഗുണപാഠം എന്താണ്? ഈ പറഞ്ഞ രീതിയിൽ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? യു ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു F/2 RT. ആർക്ക്? ഫോർ 1 മോൾ ഓഫ് എനി ഗ്യാസ് ഹാവിങ് ഡിഗ്രി ഓഫ് ഫ്രീഡം F. ഡിഗ്രി ഓഫ് ഫ്രീഡം F ആണെങ്കിൽ ഇറ്റ് ഈസ് F/2 RT എന്ന് എഴുതാം. നൗ ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ മെത്തേഡ്. നൗ നമ്മൾ വൈബ്രേഷൻ നെഗ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വൈബ്രേഷൻ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി വൈബ്രേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്കറിയാം, ഹാഫ് അല്ല, ടോട്ടൽ kBT എന്നുള്ള രീതിയിലാണ്. ലോവർ എനർജിക്ക് മാത്രമേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. യു ഇന്റേണൽ ഈസ് ഈക്വൽ ടു F/2 RT. ഒരു സിംഗിൾ മോളിക്യൂൾ ആണെങ്കിലോ നമുക്ക് എങ്ങനെ എഴുതാം? സിംഗിൾ മോളിക്യൂളിൻ്റെ കേസിലുള്ള ആവറേജ് എനർജി വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് F/2 kBT അറ്റ് ലോവർ എനർജീസ്. ഹയർ എനർജീസ് വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ kBT ആണ് ഒരു വൈബ്രേഷണൽ ഡിഗ്രിക്ക് കിട്ടുന്നത്. ആ കാര്യം ഓർത്തിരിക്കുക. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആവും. ആൻഡ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വാട്ട് ഈസ് ഹീറ്റ് കപ്പാസിറ്റി? നിങ്ങളുടെ കയ്യിലൊരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് യു വാണ്ട് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദിസ് മെറ്റീരിയൽ ബൈ 1 ഡിഗ്രി. അതിന് നിങ്ങൾ എത്രത്തോളം ഹീറ്റ് കൊടുക്കണം എന്നുള്ളതിനെയാണ് അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്താൽ ആ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഹീറ്റ് സപ്ലൈഡിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ എടുത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ അല്ല, 1 ഗ്രാം അല്ലെങ്കിൽ യൂണിറ്റ് മാസ് ഓഫ് എനി മെറ്റീരിയൽ ആണെങ്കിൽ ദാറ്റ്സ് എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ. യു ക്യാൻ കോൾ ദാറ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. നിങ്ങൾ എടുത്തിരിക്കുന്നത് 1 മോൾ ഓഫ് മെറ്റീരിയൽ ആണെങ്കിൽ യു ക്യാൻ കോൾ ദാറ്റ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതെപ്പോഴും മാറി ഉപയോഗിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇതെന്താണെന്ന് കേട്ടാൽ മനസ്സിലാവണം. ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഒരു മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യാനായിട്ട് എന്തോരം ഹീറ്റ് കൊടുക്കണം? ഹീറ്റ് ഈസ് ദ ഫോം ഓഫ് എനർജി. സോ നിങ്ങൾ ചൂടാക്കുമ്പോഴാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഇത് മറക്കരുത്. സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി യൂണിറ്റ് മാസ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന 1 ഡിഗ്രി ടെമ്പറേച്ചർ റൈസിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ്. നമ്മളെല്ലാവരും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചവരാണ്.
നമുക്കറിയാം dq is equal to du plus dw ഇങ്ങനെയാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ q എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ആണ്, u എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ എനർജി ആണ്, w എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ ആണ്. നൗ du plus pdv എന്ന് നമുക്ക് എഴുതാം dqനെ. നൗ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ pdv if we are considering this at constant volume ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ dv എത്രയായിരിക്കും? 0 ആയിരിക്കും. then we can write dq is equal to du എന്ന് എഴുതാം. അതായത് നിങ്ങൾ if you are treating a system at constant volume വോളിയത്തിലുള്ള ഒരു സിസ്റ്റത്തിനെ എടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ടോട്ടൽ ഹീറ്റ് ആ സിസ്റ്റം എന്തിനു വേണ്ടി മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്? വർക്ക് ചെയ്യാൻ ഉപയോഗിക്കില്ല, മറിച്ച് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്. നൗ dq will be equal to du. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 ഡിഗ്രി റൈസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഹീറ്റ് എത്രയാണെന്നാണ്. സോ യു ക്യാൻ റൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം? യു ക്യാൻ കോൾ ദിസ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കാം. വെറും ഹീറ്റ് കപ്പാസിറ്റി അല്ല, ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു du ഡിവൈഡഡ് ബൈ dt, അല്ലെങ്കിൽ പാർഷ്യൽ ഡിഫറൻഷ്യലിൻ്റെ ടേമിൽ എഴുതിയാൽ സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു dou ഡിവൈഡഡ് ബൈ t അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. സോ ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി റൈസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് സപ്ലൈ ചെയ്യേണ്ട ഹീറ്റാണ്. അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആകുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഇഫ് യു ആർ ടേക്കിംഗ് 1 mole ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, ഇതേ കാര്യം നമുക്ക് നമ്മുടെ മോണോ അറ്റോമിക് ഡയാറ്റോമിക് ഗ്യാസുകളുടെ കേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ടേക്കിംഗ് എ മോണോ അറ്റോമിക് ഗ്യാസ്. ഒരു മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ കേസ് എടുത്താൽ വാട്ട് ഈസ് ദ ഇന്റേണൽ എനർജി ഓഫ് എ മോണോ അറ്റോമിക് ഗ്യാസ്? ആവറേജ് എനർജി എത്രയാണ്? 3/2 RT ആണ്. 1 mole ആണെന്ന് വിചാരിക്കുക. സോ 3/2 RT ആണ്. സോ 3/2 RT ആണെങ്കിൽ ഐ നീഡ് ടു കാൽക്കുലേറ്റ് ദിസ് CV. ഈ പറഞ്ഞ CV എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് CVയുടെ ഇക്വേഷൻ? dou by t ആണ്. സോ dou by t ഓഫ് 3/2 RT. നൗ ഇതിലെനിക്ക് എന്ത് ചെയ്യാം? 3/2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് പോട്ടെ, ആറും കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. dou by t ഓഫ് t എത്രയായിരിക്കും? 1 ആയിരിക്കും. സോ നിങ്ങൾക്ക് ഇന്റേണൽ എനർജിയുടെ എക്സ്പ്രഷൻ അറിയാമെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് CV കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എത്ര എനിക്ക് കിട്ടിയിരിക്കുന്നത്? മോണോറ്റോമിക് ഗ്യാസിന് ഇറ്റ് ഈസ് 3/2 R എന്നാണ് കിട്ടിയത്. സിമിലർലി ഒരു ഡയാറ്റോമിക് ഗ്യാസിന് എനിക്ക് ഇത് സെയിം കാര്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വാട്ട് അബൌട്ട് ഡയാറ്റോമിക് ഗ്യാസ്? ദാറ്റ് ഈസ് 5/2 RT ആണ്. ഫോർ എ ഡയാറ്റോമിക് ഗ്യാസ് ഒരു സിസ്റ്റത്തിൻ്റെ 1 mole സിസ്റ്റം എടുത്താൽ ഒരു 1 mole എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇറ്റ്സ് ആക്ച്വലി 5/2 സ്മോൾ nRT ആണ്. അതിൽ n 1 ആവുന്ന കേസിലാണ് നമ്മൾ 5/2 RT എന്ന് എഴുതുന്നത്. സോ ഇറ്റ് ഈസ് ഫോർ എ ഡയാറ്റോമിക് ഗ്യാസ്. ഓക്കെ, ഇതിനെയും CV കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ? dou by t. dou by t ഓഫ് 5/2 RT. 5/2 R കോൺസ്റ്റൻസ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. സോ CV is equal to 5/2 R. ഇനി ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഒരു ട്രയാറ്റമിക് ലീനിയറും നോൺ ലീനിയറിൻ്റെ കേസിലും ഒക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ പറഞ്ഞിരിക്കുന്ന യുവിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് ലാസ്റ്റുള്ള T എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് CV ആൻഡ് ഓൾസോ യു ക്യാൻ കാൽക്കുലേറ്റ് CP. ആരാണ് ഈ CP? ദിസ് സ്പെസിഫിക് ഹീറ്റ്, മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. എടുത്തിരിക്കുന്ന മെറ്റീരിയൽ 1 mole ആണെങ്കിൽ യു ക്യാൻ കോൾ ദാറ്റ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അല്ലെങ്കിൽ കോമൺ പീപ്പിൾ കോൾ ദാറ്റ് CP. അതിനെ CP എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ CPയും CVയും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാലോ. എന്താണത്? CP മൈനസ് CV ഈസ് ഈക്വൽ ടു R. ആരാണ് R? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. സോ നിങ്ങൾക്ക് CV ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്റേണൽ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് CV കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ യൂസിങ് ദിസ് എക്സ്പ്രഷൻ യു ക്യാൻ കാൽക്കുലേറ്റ് CP ആസ് വെൽ. സോ CP എത്രയായിരിക്കും? CP വിൽ ബി ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ CV ആയിരിക്കും. സോറി, R പ്ലസ് CV ആയിരിക്കും. സോ യു ക്യാൻ കാൽക്കുലേറ്റ് CP ലൈക്ക് ദിസ്. സോ അങ്ങനെയാണെങ്കിൽ CP വിൽ ബി ഈക്വൽ ടു CV പ്ലസ് R. സോ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ആൻഡ് ഓൾസോ ഗാമ എന്ന് വെച്ചാൽ എന്താണ്? അഡിയാബാറ്റിക് ഇൻഡെക്സ് ആണ്. സോ PV റേസ് ടു ഗാമ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തെർമോഡൈനാമിക്സിൻ്റെ സമയത്ത്. സോ അതിലെ ഗാമ എന്ന് വെച്ചാൽ CP ഡിവൈഡഡ് ബൈ CV ആണ്. CPയും CVയും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഗാമയും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഫോർ എ മോണോ അറ്റോമിക് ഗ്യാസ് ഈ പറഞ്ഞ CPയും CVയും കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. യു എത്രയാണ്? 3/2 RT ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോ വാട്ട് ഈസ് CV? CV എന്ന് പറയുമ്പോൾ 3/2 R ആയിരിക്കും. ആൻഡ് CP എന്ന് വെച്ചാൽ അപ്പോൾ എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി 3/2 R പ്ലസ് R എന്നല്ലേ പറഞ്ഞത്. സോ അതിനെയാണ് നമ്മൾ CP എന്ന് വിളിക്കുന്നത്. സോ അതായത് CV പ്ലസ് Rനെയാണ് നമ്മൾ CP എന്ന് വിളിക്കുന്നത്. സോ 3/2 R പ്ലസ് R കാൽക്കുലേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് 5/2 R കിട്ടുന്നു. ആൻഡ് CP ബൈ CV കാൽക്കുലേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് 5/3 കിട്ടുന്നു. ദാറ്റ് ഈസ് 1.67. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ്.
ഓഫ് കോഴ്സ് ഫോർ എ ഡയാറ്റോമിക് ഗ്യാസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഇത് നമ്മൾ തൊട്ട് മുന്നേ കാൽക്കുലേറ്റ് ചെയ്തതാണ്. സോ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ 5/2 RT ആണ്. അപ്പോൾ സി വി എത്രയായിരിക്കും? സോ ഡോ ബൈ ഡോ ടി. സോ ടി പോകുന്നു, 5/2 R ആവുന്നു. നൗ സി വി പ്ലസ് ആർ ഈക്വൽ ടു സി പി ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. നൗ ഫ്രം ദിസ് വി ക്യാൻ കാൽക്കുലേറ്റ് ഈ തന്നിരിക്കുന്ന 5/2 R പ്ലസ് ആർ ഈക്വൽസ് 7/2 R. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഗാമ നമ്മുടെ അഡിയാബാറ്റിക് ഇൻഡെക്സ് ദാറ്റ് ഈസ് 7/5 1.40. സെയിം ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം. നോൺ റിജിഡ് വൈബ്രേഷൻ ഉള്ള കേസിൽ, ഡയാറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ ഇതെങ്ങനെയായിരിക്കും എന്ന് ചോദിക്കാറുണ്ട്. വെൻ വൈബ്രേഷൻ കംസ് ഇൻ അവിടെ എനർജി ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനും വി ഹാവ് ഹാഫ് kBT. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 3 kBT ട്രാൻസ്ലേഷന് പോകുന്നുണ്ട്. എത്ര റൊട്ടേഷൻ ഉണ്ട്? 2 റൊട്ടേഷനാണ്. സോ 2/2 kBT റൊട്ടേഷന് പോകുന്നുണ്ട്. പ്ലസ് ഒരു വൈബ്രേഷനാണ് kBT വൈബ്രേഷന് പോകുന്നുണ്ട്. സോ ടോട്ടൽ 3/2 പ്ലസ് 3 + 2 5 ആണ്. 5 + 2 7/2 kBT. ഇതാണ് ടോട്ടൽ ഇൻറ്റേർണൽ എനർജി. നൗ kBT എന്ന് പറയുന്നത് ഒരു സിംഗിൾ മോളിക്യൂളിനാണ്. ദ സെയിം തിങ് 1 mole ഓഫ് ഗ്യാസിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ എനർജി ഫോർ 1 mole ഇറ്റ് ഈസ് 7/2 RT. നൗ 7/2 RT പലപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. kBയും അതേപോലെ തന്നെ ആറും തമ്മിലുള്ള കൺവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക? NaKB = R എന്നുള്ളതാണ് ഇക്വേഷൻ. നമ്മൾ നേരത്തെ എഴുതിയതാണ് NaKB = R. ആ ഒരു കൺവേർഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ പറഞ്ഞ രീതിയിൽ 1 mole ഓഫ് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. സോ U = 7/2 RT ഫോർ 1 mole ഓഫ് എ ഡയാറ്റമിക് ഗ്യാസ്. സി വി കാൽക്കുലേറ്റ് ചെയ്യണം. ഡോ യു ബൈ ഡോ ടി കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് 7/2 R. സി പി എന്ന് വെച്ചാൽ എത്രയാ? സി വി പ്ലസ് ആർ ആണ്. 7/2 R പ്ലസ് ആർ 9/2 R. റേഷ്യോ എടുത്താൽ 1.28. Now it's a homework for you. അടുത്ത നിങ്ങൾ എന്ത് ചെയ്യണം? ട്രയാറ്റോമിക് ഗ്യാസിൻ്റെ കേസിൽ, ലീനിയറും നോൺ ലീനിയറിൻ്റെ കേസിൽ ജസ്റ്റ് ഇതേ സെയിം തിങ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സി പി, സി വി ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓഫ് കോഴ്സ് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ ഇതേപോലെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഫോർ എ നോൺ റിജിഡ് മോളിക്യൂൾ കാൽക്കുലേറ്റ് സി പി, സി വി എക്സെട്ര എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ആൻ ഐഡിയൽ ഗ്യാസ് കണ്ടെയ്ൻസ് 3-dimensional polyatomic molecule. സോ ഒരു മോണോറ്റോമിക് ആണെന്നോ ഡയാറ്റോമിക് ആണെന്നോ ട്രയാറ്റോമിക് ആണെന്നോ പോലും പറഞ്ഞിട്ടില്ല. പോളിയറ്റോമിക്, ഒരുപാട് ആറ്റങ്ങളുള്ള ഒരു മോളിക്യൂൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ ടെമ്പറേച്ചർ ഈസ് സച്ച് ദാറ്റ് only vibrational mode is excited. Only one vibrational mode is excited. If R denotes the gas constant, the specific heat constant volume of one mole of the gas at this temperature എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബ്ലം ഒന്നുകൂടി വായിച്ചു നോക്കുക. എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു പോളിയറ്റോമിക് ഗ്യാസ് എന്നാണ്. ആൻഡ് ഓൺലി 1 വൈബ്രേഷണൽ മോഡ് ഈസ് ആക്റ്റീവ്. നമുക്കറിയാം ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, DOF. നമ്മൾ സാധാരണഗതിയിൽ F എന്നാണ് വിളിക്കുന്നത്. അതിൽ ഒരു വൈബ്രേഷണൽ മോഡ് മാത്രമേ ആക്ടിവേറ്റ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. R ഡിനോട്ട് ചെയ്യുന്നത് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ദെൻ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 1 mole ഓഫ് ദ ഗ്യാസ് അറ്റ് ദിസ് ടെമ്പറേച്ചർ. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു വൈബ്രേഷണൽ മോഡ് മാത്രം ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പോളിയറ്റോമിക് മോളിക്യൂളിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. സി വി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ സി വി കാൽക്കുലേറ്റ് ചെയ്യണം നമുക്കറിയാം. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എനർജി കണ്ടുപിടിക്കണം. ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. പോളിയറ്റോമിക് ആണ്, നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടില്ല. സോ വാട്ട് വിൽ വി ഡു? വി ക്യാൻ യൂസ് ലിറ്റിൽ ലോജിക് ഫോർ ദാറ്റ്. നിങ്ങൾക്ക് ഒരു മോണോഅറ്റോമിക് ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കുക, മോണോഅറ്റോമിക് മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കുക. എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്? 3 ട്രാൻസ്ലേഷണൽ. ട്രാൻസ്ലേഷന് മാക്സിമം എത്ര വരെ വരാൻ പറ്റും? ഇറ്റ് ക്യാൻ കം അറ്റ് 3. എക്സ് ആക്സിസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, വൈ ആക്സിസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, സെഡ് ആക്സിസിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഈ 3 ആക്സിസും അല്ലാണ്ട് വേറെ ഏത് ട്രാൻസ്ലേഷൻ ആണുള്ളത്? സോ മാക്സിമം ട്രാൻസ്ലേഷണൽ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണ്. സിമിലർലി റൊട്ടേഷൻ എടുക്കാം. ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആണ് റൊട്ടേഷൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എക്സ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് റൊട്ടേറ്റ് ചെയ്യാം, വൈ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് റൊട്ടേറ്റ് ചെയ്യാം, സെഡ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് റൊട്ടേറ്റ് ചെയ്യാം. ഈ 3 ആക്സിസിനും അല്ലാണ്ട് പിന്നെ ഏത് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആണുള്ളത്? സോ മാക്സിമം റൊട്ടേഷണൽ ഡിഗ്രി എന്ന് പറയുന്നതും 3 ആണ്. പക്ഷേ വൈബ്രേഷൻ എത്ര വേണമെങ്കിലും വരാം. ഈ എൻ എന്ന് പറയുന്നത് എത്രയാണോ അതിനനുസരിച്ചിട്ട് വൈബ്രേഷൻ എത്ര വേണമെങ്കിലും വരാം. ഇപ്പോൾ 10 മോളിക്യൂൾ ഉണ്ടെങ്കിൽ യു ക്യാൻ മൾട്ടിപ്ലൈ ഇറ്റ് 3 × 10. ഈ 3 × 10 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 എന്ന് കിട്ടും. ഈ 30 ആകെ 6 എണ്ണം മാത്രമേ ട്രാൻസ്ലേഷനും റൊട്ടേഷനും മൂലം ഉണ്ടാകുന്നുള്ളൂ. ബാക്കിയുള്ള മൊത്തം വൈബ്രേഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. 30 എന്ന് പറഞ്ഞാൽ 30-ൽ 6 പോയാൽ ബാക്കി 24 മോഡും എന്തായിരിക്കും?
വൈബ്രേഷണൽ മോഡ്സ് ആയിരിക്കും. സോ ഒരു പോളിയറ്റോമിക് മോളിക്യൂൾ എന്ന് വെച്ചാൽ ആ പോളിയറ്റോമിക് മോളിക്യൂളിന് ഉണ്ടാകാൻ സാധിക്കുന്ന മാക്സിമം ട്രാൻസ്ലേഷൻ 3 ആയിരിക്കും, മാക്സിമം റൊട്ടേഷൻ 3 ആയിരിക്കും. വൈബ്രേഷൻ എത്ര എണ്ണം ഉണ്ട്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വൈബ്രേഷണൽ മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം സോൾവ്. എങ്ങനെ നമ്മൾ ചെയ്യാം? ടോട്ടൽ നമുക്ക് എഫ് ട്രാൻസ്ലേഷൻ പോളിയറ്റോമിക് മോളിക്യൂൾ ആണ്. സോ എഫ് ട്രാൻസ്ലേഷൻ ഈസ് ഈക്വൽ ടു 3, എഫ് റൊട്ടേഷൻ ഈക്വൽ ടു 3, എഫ് വൈബ്രേഷൻ ഈക്വൽ ടു 1. ഈ കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും കിട്ടുന്ന എനർജി ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. 3/2 RT ആണ് ട്രാൻസ്ലേഷൻ മൂലം, ആൻഡ് റൊട്ടേഷൻ മൂലമോ 3/2 RT തന്നെ ഉണ്ടാവുന്നുണ്ട്. വൈബ്രേഷൻ മൂലം RT ആണ് ഉണ്ടാവുന്നത്. സോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 3 3 6 1 7. സോ 7/2 RT എന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. സോ 8 RT. സോ 8 RT എന്നാണ് കിട്ടുക. കാരണം ഇവിടെ 3/2 ആണ് പ്ലസ് RT ആണ്. സോ RT എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് 6 + 2 കിട്ടുന്നു. സോ 8/2 RT എന്നാണ് കിട്ടുന്നത്. സോ 8/2 RT. 8/2 RT എന്ന് വെച്ചാൽ എത്രയാ? 4 RT ആണ്. സോ വാട്ട് ഈസ് ദ ആൻസർ? 4 RT ആണ് നിങ്ങളുടെ യു ടോട്ടൽ എനർജി 4 RT. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് CV ആണ്. എങ്ങനെ CV കാൽക്കുലേറ്റ് ചെയ്യും? ∂U/∂T എന്നാണ് ഇക്വേഷൻ. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ആസ് 4R. ഓപ്ഷൻസ് ഉണ്ടോ? 4R ഓപ്ഷൻ സി. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിളാണ്. ഇങ്ങനെയാണ് നമ്മൾ CV കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രോബ്ലം കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഏരിയയിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് യു? എങ്ങനെയാണ് ഈ യു CVയുമായിട്ടും CPയുമായിട്ടും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ളത് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, മൂവിങ് ഫോർവേഡ്, നമ്മൾ കൈനറ്റിക് തിയറിയിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് മീൻ ഫ്രീ പാത്ത്. നമുക്കറിയാം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. ദേ വേർ ഐഡിയൽ ഗ്യാസസ്. അതായത് നമ്മളൊരു പെട്ടിക്കകത്ത് കുറച്ച് ഗ്യാസിന് എടുത്തു കഴിഞ്ഞാൽ ദീസ് ഗ്യാസസ് ആർ ഇൻ റാൻഡം മോഷൻ. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, തമ്മിലിടിക്കുന്നു, ഈ കണ്ടെയ്നറിൻ്റെ വോളിൽ പോയിട്ട് ഹിറ്റ് ചെയ്യുന്നു. ആൻഡ് ദർ വി ഡിഫൈൻ വൺ തിങ് കോൾഡ് ദ മീൻ ഫ്രീ പാത്ത്. നിങ്ങൾ ഈ തന്നിരിക്കുന്ന പെട്ടിക്കുള്ളിൽ ഒരു സിംഗിൾ മോളിക്യൂളിനെ മാത്രം എടുക്കുക. ഈ സിംഗിൾ മോളിക്യൂൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ പോയിട്ട് വേറൊരാളെ ഇടിക്കും. അതിനുശേഷം അയാളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, മറ്റൊരു ഡയറക്ഷനിൽ പോകും. ആൻഡ് ദെൻ he will collide with somebody else. മറ്റാരെങ്കിലുമായിട്ട് വീണ്ടും കൊളൈഡ് ചെയ്യും. ആൻഡ് the distance between, the average distance between these two collisions, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മീൻ ഫ്രീ പാത്ത് എന്ന് വിളിക്കുന്നത്. ആക്ച്വലി മീൻ ഫ്രീ പാത്ത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം? നിങ്ങളൊന്ന് ജസ്റ്റ് ലോജിക്കലി ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എടുത്തിരിക്കുന്ന മോളിക്യൂളിന് നല്ല വലിപ്പം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ കൊളീഷൻസ് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കും. അതായത് ഈ പറഞ്ഞ മീൻ ഫ്രീ പാത്ത് കുറയും, കൊളീഷൻസിൻ്റെ പ്രോബബിലിറ്റി കൂടും. ഓക്കെ, സോ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ എടുത്തിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഡയാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വൺ തിങ്. രണ്ടാമത്തെ കാര്യമാണെങ്കിലോ ഡെൻസിറ്റി. എത്ര ഗ്യാസ് മോളിക്യൂളുകളുണ്ട്? കൂടുതൽ ഗ്യാസ് മോളിക്യൂളുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ കൊളീഷൻസ് നടക്കും, മീൻ ഫ്രീ പാത്ത് കുറയും. സോ ദിസ് ഇസ് ഇറ്റ്. മീൻ ഫ്രീ പാത്തിൻ്റെ എക്സ്പ്രഷനാണ് 1 ഡിവൈഡഡ് ബൈ എ കോൺസ്റ്റന്റ് √2π d². d എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയാമീറ്റർ ആണ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾ ഡെൻസിറ്റി ആണ്. പാർട്ടിക്കിൾ ഡെൻസിറ്റി എന്ന് വെച്ചാൽ n/v. ഒരു വോളിയം എടുത്താൽ അതിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ മീൻ ഫ്രീ പാത്ത്. ആൻഡ് ഇതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് ടോ. ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളീഷൻ ടൈം ആണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ മീൻ ഫ്രീ പാത്ത് പറഞ്ഞല്ലോ, ഒരു കൊളീഷൻ നടന്നു, ദെൻ അടുത്ത കൊളീഷന് മുൻപ് നമ്മുടെ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്ന ആവറേജ് ഡിസ്റ്റൻസ് ആണ്. നൗ ഈ ഡിസ്റ്റൻസിന് പകരം നമ്മൾ ടൈമാണ് എടുക്കുന്നത്. രണ്ട് സക്സസീവ് കൊളീഷൻസിന് ഇടയിലുള്ള ടൈം എടുത്താൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? കൊളീഷൻ ടൈം എന്ന് വിളിക്കും. സോ ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? വി നോ നമ്മൾ വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. മീൻ ഫ്രീ പാത്ത് ഡിവൈഡഡ് ബൈ കൊളീഷൻ ടൈം ആണ്. സോ ദിസ് ആവറേജ് വെലോസിറ്റി ഫ്രം ദിസ് എക്സ്പ്രഷൻ വി ക്യാൻ റൈറ്റ് ടോ ഇസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ വി ബാർ. ഓക്കെ, സോ ടോ ഇസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ വി ബാർ ആണ്. നമ്മൾ നേരത്തെ എടുത്തിരുന്ന ലാംഡയുടെ എക്സ്പ്രഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വിൽ ഗെറ്റ് 1/√2π d²n. ഇത്രയും ഫാക്ടർ എന്താണ്? ദാറ്റ് ഈസ് ലാംഡ ഡിവൈഡഡ് ബൈ വി ബാർ. സോ നിങ്ങൾക്ക് ലാംഡ അറിയാമെങ്കിൽ ഈസി ആയിട്ട് വി ബാർ കാൽക്കുലേറ്റ് ചെയ്യാം, ടോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അടുത്തത് കൊളീഷൻ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്? എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് ഈ കൊളീഷൻസ് നടക്കുന്നത്. ആൻഡ് വി നോ ദർ ഈസ് അനദർ റിലേഷൻഷിപ്പ്. എന്താണത്? 1/τ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ടൈമിൻ്റെ ഇൻവേഴ്സ് ആണല്ലോ ഫ്രീക്വൻസി, സെക്കൻഡ് ഇൻവേഴ്സ് ആണ് യൂണിറ്റ്. സോ അങ്ങനെയാണെങ്കിൽ √2π d²n v ബാർ. തൊട്ട് മുന്നത്തെ എക്സ്പ്രഷനെ തലതിരിച്ചിട്ടതാണ്. പഠിക്കുകയാണെങ്കിൽ ലാംഡ മാത്രം പഠിച്ചാൽ മതി. ലാംഡ മാത്രം പഠിച്ചിരിക്കുകയാണെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ടോ, 1/τ ഫ്രീക്വൻസി, ഇതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ആൻഡ് മൂവിങ് ഫോർവേഡ്, നമ്മളോട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. 2 gases having molecular diameters d1 and d2
mean free path lambda 1 and lambda 2 respectively are trapped separately in identical containers. If d2 is equal to 2 times d1, then lambda 1 by lambda 2 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഗെയിൻ പ്രോബ്ലം മനസ്സിരുത്തി വായിച്ചു നോക്കുക. രണ്ട് ഗ്യാസസ് ആണ്, മോളിക്കുലാർ ഡയാമീറ്റേഴ്സ്. സോ d1 d2 ആണ്. മീൻ ഫ്രീ പാത്ത് lambda 1 lambda 2 ആണ്. ദേ ആർ trapped separately in identical containers. രണ്ട് ഐഡന്റിക്കൽ കണ്ടെയ്നേഴ്സ്, നിങ്ങൾക്ക് രണ്ട് കണ്ടെയ്നറുകൾ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് കണ്ടെയ്നറുകളുടെ ഉള്ളിൽ രണ്ട് ഗ്യാസുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഗ്യാസ്, രണ്ട് ഡിഫറൻറ്റ് ഗ്യാസുകളാണ്. ആദ്യത്തെ ആളുടെ ഡയാമീറ്റർ d1 ആണ്, രണ്ടാമത്തെ ആളുടെ ഡയാമീറ്റർ d2 ആണ്. ഇയാളുടെ lambda 1 ആണ്, ഇയാളുടെ lambda 2 ആണ്. എന്ത്? മീൻ ഫ്രീ പാത്ത്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. d2 ഈസ് ഈക്വൽ ടു 2 ടൈംസ് d1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ lambda 1 lambda 2 തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഫാക്ട് lambda 1 by lambda 2 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. We know lambda 1 എന്ന് വെച്ചാൽ എന്താണ്? 1 divided by square root of 2 pi times n d square. So d1 square എന്ന് വിളിക്കാം. And divided by അടുത്തത് 1 divided by square root of 2 pi n d2 square. കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ ഇഫ് യു ആർ കട്ടിങ് ഡൗൺ, സോ ദിസ് ഇസ് lambda 2. സോ നമുക്ക് lambda 1 divided by lambda 2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് d2 ഡിവൈഡഡ് ബൈ d1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. സോ d2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 2 ടൈംസ് d1 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 2 ടൈംസ് d1 ഡിവൈഡഡ് ബൈ d1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. d1 ക്യാൻസൽ ചെയ്താൽ വി വിൽ ഗെറ്റ് 4. സോ എന്താണ്? lambda 1 ഡിവൈഡഡ് ബൈ lambda 2 ഇസ് ഈക്വൽ ടു 4 എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. സോ ദിസ് ഇസ് ദ ആൻസർ. ദ റേഷ്യോ ബിറ്റ്വീൻ അല്ലെങ്കിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ lambda 1 ആൻഡ് lambda 2 ഇസ് ഈക്വൽ ടു 4 ആണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് എക്സ്പ്രഷനിൽ. ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതൊന്ന് ചോദിക്കുന്നുണ്ടാവുക. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകിൽ ഇക്വേഷൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ജാക്ക്പോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. 2 boxes A and B. They are containing equal number of molecules of the same gas. ഒരേ ഗ്യാസ് ആണ്. സോ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ഇഫ് ദ വോളിയം VA and VB and lambda B denote respective mean free path and volume. So V ആണ് വോളിയം, lambda mean free path ആണ്. താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് റിലേഷൻ ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബ്ലം ഒന്നുകൂടി വായിച്ചു നോക്കുക. പ്രോബ്ലം പ്രോപ്പർലി അണ്ടർസ്റ്റുഡ്, ദെൻ ദ പ്രോബ്ലം ഈസ് ഹാഫ് സോൾവ്ഡ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 ബോക്സുകളുണ്ട്. അഗെയിൻ ഈ 2 ബോക്സുകളിലും ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസിൽ സെയിം ഗ്യാസ് എടുത്തിരിക്കുകയാണ്. നാം ഒന്നാമത്തെ ആളുടെ വോളിയം VA ആണ്, രണ്ടാമത്തെ ആളുടെ വോളിയം VB ആണ്. വോളിയത്തിൽ വ്യത്യാസമുണ്ട്. ആൻഡ് lambda Aയും lambda B എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. lambda A is equal to lambda B ആയിരിക്കുമോ? ഓഫ് കോഴ്സ് വിൽ നോട്ട്. കാരണം വോളിയത്തിന് ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്പർ ഡെൻസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവാം. നമ്പർ ഡെൻസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മീൻ ഫ്രീ പാത്തും ചേഞ്ച് ചെയ്യാം. സോ ഓഫ് കോഴ്സ് ഒന്നാമത്തെ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. നമുക്ക് എന്തായാലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്താണ് ലാംഡയുടെ ഇക്വേഷൻ? lambda A നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 divided by square root of 2 pi d, സെയിം ഗ്യാസ് ആണ്. സോ d സ്ക്വയർ ടൈംസ് നമ്പർ ഡെൻസിറ്റി. സോ സെയിം നമ്പർ എന്ന് തന്നിട്ടുണ്ട്. സോ NaV. സോ നമുക്ക് ആകെ വ്യത്യാസമുള്ളത് ബോക്സുകളുടെ വോളിയത്തിലാണ് വ്യത്യാസമുള്ളത്. സോ വോളിയം മേലേക്ക് വരുന്നുണ്ട്. സോ വോളിയം VA എന്ന് എടുക്കാം. lambda of B, that is VB divided by square root of 2 pi d square NB. Now again നമുക്ക് ഇവർ തമ്മിലുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേമുകളൊക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. ആൻഡ് NAയും NBയും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എങ്ങനെ എഴുതാൻ പറ്റുക? lambda A divided by lambda B is equal to VA divided by VB എന്ന് എഴുതാം. ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് lambda A divided by VA is equal to lambda B divided by VB എന്ന് എഴുതാം. സോ ദിസ് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. പ്രോബ്ലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ lambda A divided by V is equal to lambda B divided by VB. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സോ അഗെയിൻ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം, മീൻ ഫ്രീ പാത്തിൻ്റെ ഇക്വേഷൻ്റെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ കണ്ടത്. ഓക്കെ, നൗ അഗെയിൻ മൂവിങ് ഫോർവേഡ്. നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ഐഡിയൽ ഗ്യാസ്. നമ്മൾ ഐഡിയൽ ഗ്യാസിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ടോക്കിംഗ് അബൌട്ട് ഐഡിയൽ ഗ്യാസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ് അതിൻ്റെ വെലോസിറ്റി. ഈ വെലോസിറ്റീസ് തന്നെ 3 ടൈപ്പ് നമ്മൾ പറയാറുണ്ട്. RMS വെലോസിറ്റി, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ആൻഡ് ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ മീൻ വെലോസിറ്റി. ഈ 3 ആളും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 ആളുടെയും എക്സ്പ്രഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഒരു ഐഡിയൽ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ആ ഐഡിയൽ ഗ്യാസിലുള്ള ഓരോ പാർട്ടിക്കിളും, ഐഡിയൽ ഗ്യാസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം. ഐഡിയൽ ഗ്യാസിലാണ് നമ്മൾ കൈനറ്റിക് തിയറി അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരു കണ്ടെയ്നറിൽ നിങ്ങൾ ഐഡിയൽ ഗ്യാസ് എടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക.
ഈ ഐഡിയൽ ഗ്യാസ് ഇൻ മോഷൻ ആയിരിക്കും. ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഓരോ പാർട്ടിക്കിളിനും സെയിം വെലോസിറ്റി ആയിരിക്കില്ല. എല്ലാ മോളിക്യൂളുകൾക്കും ഒരേ വെലോസിറ്റി ആയിരിക്കില്ല. നമുക്കറിയാം ഇവർ തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്. ആ കൊളീഷൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണെന്നാണ് പറയുന്നത്. ഒരാളെ ഇടിച്ചു കഴിഞ്ഞാൽ ആളുടെ എനർജി കംപ്ലീറ്റ്ലി മറ്റേ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ദർ ഇസ് നോ എനർജി ലോസ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻസ്. ഇങ്ങനത്തെ കൊളീഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കൊളീഷൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ വെലോസിറ്റീസ് എന്ന് പറയുന്ന ഒരു മിക്സ്ചർ ആയിരിക്കും. വളരെ വെലോസിറ്റി കുറഞ്ഞ ആൾ തൊട്ട് നല്ല വെലോസിറ്റി ആളുള്ള ആൾ വരെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇറ്റ് ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെലോസിറ്റി. എന്ത് ഡിസ്ട്രിബ്യൂഷൻ? വെലോസിറ്റി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെയുള്ള ഗ്രാഫുകൾക്ക് നമ്മൾ മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷനുകൾ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെ വി വെലോസിറ്റി ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഡെൻസിറ്റിയാണ്. ഇവിടെ അതിൻ്റെ കറസ്പോണ്ടിങ് വെലോസിറ്റിയാണ്. സോ എടുത്തു കഴിഞ്ഞാൽ എനർജി കുറഞ്ഞ പാർട്ടിക്കിളുകൾ വളരെ കുറവാണ്. ഈ എനർജി കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പാർട്ടിക്കിളുകൾക്ക് ആ വെലോസിറ്റി ഉണ്ടാകുന്നു. ആൻഡ് ഫൈനലി ഈ പോയിന്റ് എത്തുമ്പോൾ അവിടുത്തെ ഏറ്റവും കൂടുതൽ പാർട്ടിക്കിളുകൾക്ക് ആവറേജ് ആ എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഇറ്റ് ഈസ് ഡ്രോപ്പിംഗ് ഡൗൺ. ദെൻ ഈ സൈഡിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി കൂടിയ പാർട്ടിക്കിൾസ് ആണ്, എനർജി കൂടിയ പാർട്ടിക്കിൾസ് ആണ്. സോ അവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. സോ എ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലൈക്ക് ദിസ് ഇസ് ഹാപ്പനിങ് ഇൻസൈഡ് അവർ ഐഡിയൽ ഗ്യാസ്. ഇതിനെയാണ് മാക്സ്വെല്ലിയൻ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെലോസിറ്റീസ് ആർ ഓഫ് 3 ടൈപ്സ്. ഒന്നിനെ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി എന്ന് വിളിക്കുന്നു. രണ്ടാമത്തേത് ആവറേജ് വെലോസിറ്റി. മൂന്നാമത്തേത് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ആദ്യമേ തന്നെ അറിയുന്ന ആളിന്ന് തുടങ്ങാം. ആവറേജ് വെലോസിറ്റി. എന്താണ് ആവറേജ് വെലോസിറ്റി എന്ന് വെച്ചാൽ, നമുക്ക് ഈ തന്നിരിക്കുന്ന ബോക്സിൻ്റെ ഉള്ളിൽ ധാരാളം പാർട്ടിക്കിളുകളുണ്ട്, ഒരുപാട് മോളിക്യൂളുകളുണ്ട്. ഈ തന്നിരിക്കുന്ന മോളിക്യൂളുകളെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇവരുടെയൊക്കെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. V1 + V2 + എക്സെട്രാ പ്ലസ് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ n. ഇതാണല്ലോ ആവറേജ് എന്ന് പറയുന്നത്. സോ അങ്ങനെ മീൻ എടുക്കുന്നു. അവിടെ ഉണ്ടാകുന്ന മീൻ വെലോസിറ്റി എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഇതിനാണ് നമ്മൾ വി ആവറേജ് എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും വി മീൻ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു വാല്യൂ തരണമെന്നില്ല. ബിക്കോസ് നമുക്കറിയാം വെലോസിറ്റി ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഈ തന്നിരിക്കുന്ന പാർട്ടിക്കിളുകളിൽ ഫോർവേഡ് ഡയറക്ഷനിൽ പോകുന്നവരും ബാക്ക്വേർഡ് ഡയറക്ഷനിൽ പോകുന്നവരും ഉണ്ടാവും. ഇവർ പരസ്പരം നമ്മളിവിടെ സൈനും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ, അബ്സല്യൂട്ട് വാല്യൂസ് എടുത്താൽ ഓക്കെ, പക്ഷേ സൈനും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? V1 ഫോർവേഡ് ഡയറക്ഷനിലാണെങ്കിൽ V2 നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ വെലോസിറ്റീസ് വിൽ ഗെറ്റ് ക്യാൻസൽഡ്. ദാറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. കാരണം നമുക്ക് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് കിട്ടേണ്ടത്. സോ ജസ്റ്റ് വെലോസിറ്റിയുടെ മോഡ് എടുത്ത് ആവറേജ് എടുക്കുന്നതിനേക്കാളും ദർ ഇസ് എ ബെറ്റർ മെത്തേഡ്. ദാറ്റ് ഈസ് കോൾഡ് RMS വെലോസിറ്റി. RMS എന്ന് വെച്ചാൽ എന്താണ്? റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. RMS എന്ന് വിളിക്കുമെങ്കിലും ചെയ്യുന്ന പ്രോസസ്സ് നേരെ തലതിരിച്ചുള്ള പ്രോസസ്സാണ്. RMSൽ SMR എന്നാണ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. അതായത് ആദ്യം നിങ്ങൾക്ക് തന്നിട്ടുള്ള വെലോസിറ്റീസിനെയൊക്കെ സ്ക്വയർ ചെയ്യും. RMSലെ S ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. സോ യു വിൽ സ്ക്വയർ ദ വെലോസിറ്റീസ്. V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് Vn സ്ക്വയർ. സോ അത് നിങ്ങൾ ആദ്യം ചെയ്യും. ആദ്യം S ചെയ്യുന്നു, അടുത്തത് M ചെയ്യുന്നു. നൗ യു ആർ ഗോയിങ് ടു ടേക്ക് ദ മീൻ ഓഫ് ദാറ്റ്. ഇതിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ n ആയിരിക്കും. അടുത്തത് എന്താ ചെയ്യുന്നത്? R ആണ് അടുത്തത് ചെയ്യുന്നത്. സോ യു ആർ ഗോയിങ് ടു ടേക്ക് ദ റൂട്ട് ഓഫ് ദാറ്റ്. സോ ദിസ് ഇസ് കോൾഡ് VRMS. RMS എന്ന് പറഞ്ഞാലും SMR എന്നാണ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ഓർഡർ. Now this is the RMS velocity. RMS velocity എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വെലോസിറ്റീസിൻ്റെ സ്ക്വയർ എടുത്തത് കൊണ്ട് തന്നെ അവരുടെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ അവരുടെ ഡയറക്ഷൻ ഡസൻ മാറ്റർ ഹിയർ. സോ ദിസ് ഇസ് കോൾഡ് VRMS. Now VRMS നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. Now V average that is square root of 8 kT divided by pi m ആണ്. ആൻഡ് K എന്ന് വെച്ചാൽ ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ്, T എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, M എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളാർ മാസ് ആണ്. ആൻഡ് VRMS എന്ന് വെച്ചാൽ 3 kT divided by m. ആൻഡ് അടുത്തത് മോസ്റ്റ് പ്രോബബിൾ സ്പീഡാണ്. ഹൗ ടു കാൽക്കുലേറ്റ് ദാറ്റ്? മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള മോസ്റ്റ് പ്രോബബിൾ മാർക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും കുട്ടികൾക്ക് ഏത് മാർക്കാണോ കിട്ടിയത്, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് ഏതാണോ അതിനെയാണ് മോസ്റ്റ് പ്രോബബിൾ മാർക്ക് എന്ന് വിളിക്കുന്നത്. സിമിലർലി നിങ്ങൾ ഈ എടുത്തിരിക്കുന്ന ഈ ഒരു സിസ്റ്റത്തിൽ എല്ലാ പാർട്ടിക്കിളുകളുടെയും വെലോസിറ്റി ഒബ്സർവ് ചെയ്യണം. ഏറ്റവും കൂടുതൽ പാർട്ടിക്കിളുകൾക്ക് എന്ത് വെലോസിറ്റി ആണോ ഉള്ളത് അതിനെയാണ് നിങ്ങൾ എന്ത് വിളിക്കുന്നത്? മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ തന്നിരിക്കുന്ന വാല്യൂ ആണ് മോസ്റ്റ് പ്രോബബിൾ. കാരണം ഇവിടെയാണ് നമ്മുടെ ഗ്രാഫ് പീക്ക് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിലാണ് മാക്സിമം നമ്പർ ഓഫ് പാർട്ടിക്കിളുകൾക്ക് സെയിം വെലോസിറ്റി ഉള്ളത്. ആ വെലോസിറ്റി എത്രയാണ് നമ്മൾ നോക്കുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് ദ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി. ആൻഡ് വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ ദാറ്റ്? Vp is equal to square root of 2 kT divided by m. ആൻഡ് ഇവരുടെ ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും കുറവുണ്ടാകുന്നത് ദാറ്റ് ഈസ് V മോസ്റ്റ് പ്രോബബിൾ ആണ്.
ദെൻ അതിനേക്കാൾ കൂടുതലായിരിക്കും ആര്? വി ആവറേജ് അല്ലെങ്കിൽ വി മീൻ. അയാളേക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? വി ആർ എം എസ് സ്പീഡായിരിക്കും. തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ, ബട്ട് സ്റ്റിൽ ഇതാണ് ഇവരുടെ ഇൻക്രീസിങ് ഓർഡർ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മോസ്റ്റ് പ്രോബബിൾ ഇതാണ് അവരുടെ ഓർഡർ. മോസ്റ്റ് പ്രോബബിൾ, ആവറേജ്, ആർ എം എസ് സ്പീഡ്. ഓക്കെ, നിങ്ങൾ റാം എന്ന് ഓർത്ത് വെച്ചാൽ മതി. റാം എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ആർ എം എസ് ആണ് ഏറ്റവും കൂടുതൽ. വി ആർ എം എസ് ഇസ് ദ ലാർജസ്റ്റ്. ദെൻ അത് കഴിഞ്ഞാലോ വി ആവറേജ് ആണ്. ദെൻ അത് കഴിഞ്ഞാൽ വി മോസ്റ്റ് പ്രോബബിൾ ആണ്. ആൻഡ് ഇവർ തമ്മിലുള്ള റേഷ്യോസും ഇമ്പോർട്ടൻ്റ് ആണ്. ആർ എം എസും മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി തമ്മിലുള്ള റേഷ്യോ സ്ക്വയർ റൂട്ട് ഓഫ് 3/2 ആണ്. ആൻഡ് ആർ എം എസും വി ആവറേജ് തമ്മിലുള്ള റേഷ്യോ സ്ക്വയർ റൂട്ട് ഓഫ് 3π/8 ആണ്. എങ്ങനെ കിട്ടിയത്? ഈ ഇക്വേഷൻസിൽ നിന്ന് ജസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആവശ്യം ഉണ്ടാവും. സോ ഇഫ് യു ആർ ഹാവിങ് ആൻ ഇക്വേഷൻ ബുക്ക്, ഈ ഇക്വേഷൻസ് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ മൂവിങ് ഫോർവേഡ്. ഈ പറഞ്ഞിരിക്കുന്ന മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമുക്കറിയാം ഇതിനൊരു സ്പെഷ്യൽ ഷേപ്പാണുള്ളത്. ദിസ് ഈസ് ഹാപ്പനിങ് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള ഗ്രാഫാണ് അല്ലെങ്കിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ? നിങ്ങൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? ആക്ച്വലി ഈ തന്നിരിക്കുന്ന പീക്ക് മെല്ലെ ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ആവാനായിട്ട് തുടങ്ങും. മോർ ടെമ്പറേച്ചർ മീൻസ് മോർ എനർജി. കൂടുതൽ പാർട്ടിക്കിളുകൾക്ക് കൂടുതൽ എനർജി കിട്ടാൻ തുടങ്ങുന്നു. സോ അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പീക്ക് മെല്ലെ ഈ സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. നൗ മോർ ആൻഡ് മോർ വെലോസിറ്റി മീൻസ് മോർ ആൻഡ് മോർ ടെമ്പറേച്ചർ മീൻസ് ഗ്രാഫ് കൂടുതൽ ഈ സൈഡിലേക്ക്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. വെറുതെ ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്യുക മാത്രമല്ല, ഗ്രാഫിൻ്റെ ഹൈറ്റ് കുറഞ്ഞു വരുന്നു. വൈ ദാറ്റ് ഹാപ്പൻസ്? ബിക്കോസ് മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ദ ഏരിയ അണ്ടർ ദ കർവ് മസ്റ്റ് ബി കോൺസ്റ്റൻറ്റ്. ഏരിയ അണ്ടർ ദ കർവ് എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ ഗ്രാഫിൻ്റെ പീക്ക് മാറുന്നതിനനുസരിച്ചിട്ട് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഏരിയ മസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഗ്രാഫിൻ്റെ ഹൈറ്റ് കുറഞ്ഞു വരുന്നു. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് അബൌട്ട് മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻസ്. സോ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഷിഫ്റ്റഡ് ആവുന്നു, പീക്കിൻ്റെ ഹൈറ്റ് കുറയുന്നു, ദെൻ ഏരിയ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, ഈ തന്നിരിക്കുന്ന പ്രോബ്ലം അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. For temperatures T1 is greater than T2, the qualitative temperature dependence of probability distribution f of v of the speed v of a molecule in 3 dimensions is correctly represented by the following figure. അതായത് നിങ്ങൾക്ക് രണ്ട് ടെമ്പറേച്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ T1 is greater than T2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ at a speed v of a molecule, ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് T2, ഇതാണ് T1. രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് T2, ഇതാണ് T1. നമുക്കറിയാം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ പീക്കിൻ്റെ ഹൈറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. സോ ദിസ് വൺ ഈസ് എ റോങ് തിങ്. ഇവിടെ രണ്ടാമത്തിനും ഒരേ ഹൈറ്റ് ആണ്. ദിസ് വൺ ഈസ് ഓൾസോ ദ റോങ് തിങ്. എവിടെയാണെങ്കിലോ T1, അതായത് ടെമ്പറേച്ചർ കുറവുള്ളത് കൂടുതലും ആൻഡ് ടെമ്പറേച്ചർ കൂടുതലുള്ളത് കുറവും ആൻഡ് ടെമ്പറേച്ചർ കുറവുള്ളത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റഡ് ആണ്. ദാറ്റ്സ് നോട്ട് റൈറ്റ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഗ്രാഫ് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. സോ മനസ്സിൽ ഇത്രത്തോളം ഓർത്ത് വെച്ചാൽ മതി. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എനർജി ഇൻക്രീസസ്. എനർജി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താ? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ്. കൂടുതൽ പാർട്ടിക്കിളുകൾക്ക് കൂടുതൽ ഹയർ എനർജി കിട്ടുന്നു. നൗ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മാക്സ്വെല്ലിയൻ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ഏരിയ അണ്ടർ ദ കർവ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ പീക്കിൻ്റെ ഹൈറ്റിന് വ്യത്യാസം ഉണ്ടാകുന്നു, പീക്കിൻ്റെ ഹൈറ്റ് കുറയുന്നു. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ആൻഡ് നൗ മൂവിങ് ഫോർവേഡ് ഇൻ ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ അറ്റ് വിച്ച് the average speed of H2 molecules will be same as that of the nitrogen molecules at 35 degree. Okay, so ഒന്നുകൂടി വായിച്ചു നോക്കുക. ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അറ്റ് വിച്ച് ആവറേജ് സ്പീഡ് ഓഫ് ഹൈഡ്രജൻ that will be same as the average speed of nitrogen at 35 degree. So നൈട്രജൻ്റെ ആവറേജ് സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം at 35 degree. ആൻഡ് ദെൻ ഏത് ടെമ്പറേച്ചറിലാണ് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസിന് സെയിം ആവറേജ് വെലോസിറ്റി ഉണ്ടാകുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമുക്ക് ആദ്യമേ തന്നെ ആവറേജ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എഴുതാം. ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 8RT ഡിവൈഡഡ് ബൈ πm. ഈ എക്സ്പ്രഷൻ ഓർത്ത് വെക്കണം. 8RT ഡിവൈഡഡ് ബൈ πm എന്നുള്ളതാണ് നമ്മുടെ എക്സ്പ്രഷൻ. VRMS ആണെങ്കിൽ 3RT ഡിവൈഡഡ് ബൈ m ആണ്. ആവറേജ് ആണെങ്കിൽ 8RT ഡിവൈഡഡ് ബൈ πm ആണ്. വി മോസ്റ്റ് പ്രോബിൾ ആണെങ്കിലോ 2RT ഡിവൈഡഡ് ബൈ m ആണ്. മറന്നു പോകരുത്. വി ആവറേജ്. ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യണം. നൈട്രജൻ്റെ കേസാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ വി നൈട്രജൻ ആൻഡ്
വി ഹൈഡ്രജൻ. സോ രണ്ടാളുടെയും ആവറേജ് വെലോസിറ്റീസ് ഈക്വൽ ആവുന്ന കേസ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ വി ഹാവ് ടു ടേക്ക് ദ റേഷ്യോ ഓഫ് ദം. രണ്ടാളുടെയും റേഷ്യോ നമുക്കൊന്ന് എടുത്ത് നോക്കാം. സോ വി ക്യാൻ ഡു ഇറ്റ് ഹിയർ. വി ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ വി നൈട്രജൻ. സോ ഹൈഡ്രജൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? 8RT ഡിവൈഡഡ് ബൈ പൈ എം. എം ആക്ച്വലി ചേഞ്ച് ചെയ്യുന്നുണ്ട് ആൻഡ് ടി ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 8RT ഡിവൈഡഡ് ബൈ പൈ. ദിസ് ഇസ് ഫോർ നൈട്രജൻ, എം ഫോർ നൈട്രജൻ. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഫൈനലി വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് THMN. ഇവിടുത്തെ എം എൻ നേരെ മുകളിലേക്ക് പോകുന്നു. ജസ്റ്റ് ശ്രദ്ധിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ആൻഡ് താഴെ TNMH എന്ന് കിട്ടുന്നു. സോ ദിസ് ഇസ് ദ റിലേഷൻ. ആൻഡ് വി നോ VA is equal to VN ആകുന്ന സിറ്റുവേഷനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴുള്ള ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. വി ക്യാൻ ടേക്ക് സ്ക്വയർ റൂട്ട് ഓഫ് THMN മസ്റ്റ് ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് TNMH. കാരണം എന്താ? ഈ റേഷ്യോ 1 ആയിപ്പോയി. സോ വി ആർ പുട്ടിങ് 1 ഈസ് ഈക്വൽ ടു ദസ് ആൻഡ് നമുക്കതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. സോ THMN വിൽ ബി ഈക്വൽ ടു TNMH. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? TH ആണ്. സോ TH വിൽ ബി ഈക്വൽ ടു TNMH ഡിവൈഡഡ് ബൈ MN. Now മോളാർ മാസിൻ്റെ കേസിലാണെങ്കിൽ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഫോർ ഹൈഡ്രജൻ ഇറ്റ് ഈസ് 2 ആൻഡ് വി ക്യാൻ റൈറ്റ് മോളാർ മാസ് ഓഫ് നൈട്രജൻ ആസ് 28. സോ അങ്ങനെയാണെങ്കിൽ H2ഉം N2ഉം ആണ്. സോ ഇറ്റ് ഈസ് 14 ആറ്റമിക് നമ്പർ. സോ മോളാർ മാസ് ആകുന്ന സമയത്ത് ദാറ്റ് ഈസ് 28 ആണ്. ഹൈഡ്രജൻ്റെ കേസിലാണെങ്കിൽ അത് 2 ആണ്. Now ഫ്രം ദിസ് എക്സ്പ്രഷൻ വി ക്യാൻ കാൽക്കുലേറ്റ് 308, അതായത് 35 ഡിഗ്രി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ 35 ഡിഗ്രി ഈസ് കറസ്പോണ്ടിങ് ടു 35 പ്ലസ് 273 ആണ്. ദാറ്റ് ഈസ് 308 കെൽവിൻസ് ആണ്. സോ ഇഫ് ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് 308 ടൈംസ് 2 ഡിവൈഡഡ് ബൈ 28 എന്ന് കിട്ടുന്നു. അതായത് 1 ഡിവൈഡഡ് ബൈ 14. ആൻഡ് ഇഫ് യു ആർ കാൽക്കുലേറ്റിംഗ് ദാറ്റ് യു വിൽ ഗെറ്റ് 22 കെൽവിൻസ് എന്ന് കിട്ടുന്നു. സോ ദാറ്റ് ഈസ് ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിന് ആൻസർ എന്താണ്? ഏത് ടെമ്പറേച്ചറിലാണ് ഹൈഡ്രജൻ്റെ ആവറേജ് വെലോസിറ്റി നൈട്രജൻ മോളിക്യൂൾസിൻ്റെ ആവറേജ് വെലോസിറ്റിക്ക് ഈക്വൽ ആവുന്നത്? ദാറ്റ് ഈസ് അറ്റ് ടെമ്പറേച്ചർ 22 കെൽവിൻ ആണ്. സോ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. Now സിമിലർലി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള പ്രോബ്ലംസും വരാറുണ്ട്. ബാക്കിയുള്ള ആവറേജ് വെലോസിറ്റി അതുപോലെ തന്നെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ ആ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഏതായാലും ഇത്രയും ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ എഴുതി വയ്ക്കുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.